VMKD presents. സ്നേഹം വേണ്ടവരൊക്കെ ചോദിച്ചോളൂ. കൊള്ളാട്ടാ, ഇത്രയും സുന്ദരമായ ഒരു മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ റൊമാൻറ്റിക് വോയിസ് ഉണ്ടല്ലേ? ദൈവം സൃഷ്ടിച്ചതൊക്കെ അടിപൊളിയാ, പക്ഷെ ബാക്കിയുള്ളതൊക്കെ കയ്യിലിരിപ്പാ. ഓക്കെ, അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖാണോ? സുഖാണോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ, താങ്ക് യു. ഒത്തിരി സന്തോഷം എന്നിവിടെ ആയിരിക്കാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് മാത്രം ആദ്യമേ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കൃപയും അഭിഷേകവും നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. പ്രധാനമായിട്ട് തിരുമേനിയെ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. എനിക്ക് വലിയ വെളിവില്ലാത്തത് കൊണ്ട്, എല്ലാ പേരും പഠിക്കാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ടും അച്ഛന്മാരെ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. വലിയ വലിയ ആൾക്കാരൊക്കെയാണ് സ്റ്റേജിലിരിക്കുക. നിങ്ങളുടെ യൂത്ത് പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികളായിട്ട് നിൽക്കുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങൾ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. നിങ്ങളെ ഒത്തിരി സ്നേഹത്തോട് ഓർക്കുകയാണ്. ഈ ചൂടത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പ്രസംഗിക്കാനൊക്കെ വന്നല്ലോ, നിങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊയറ് കൊള്ളാട്ട, നല്ല കൊയറാ കേട്ടോ. ആ ഗിറ്റാർ വായിക്കാനല്ല, ഗിറ്റാർ വായിക്കുന്ന അച്ഛനെ കണ്ടോ നിങ്ങൾ? എന്റെ പ്ലേയാൻ പുള്ളി കളിക്കുന്നത് അല്ല, പുള്ളിനെ കണ്ടിട്ടുണ്ട? അച്ഛൻ എഴുന്നേറ്റ് നമ്മളിത് കാണട്ടെ. അച്ഛനറിയാവുന്നതാണോ? സൂപ്പർ കേട്ടോ. പുള്ളിയോട് വെച്ചാൽ അലക്കാൻ കിടന്നു കേട്ടോ. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗിറ്റാറൊക്കെ പ്ലേ ചെയ്യണം. എനിക്ക് വെളിവില്ലാത്തതുകൊണ്ട് പിന്നെ അത് കിട്ടിയിട്ടില്ല. പക്ഷെ ഭയങ്കര സൂപ്പറായിട്ട് അച്ഛൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ കേട്ടോ. ഓർമ്മകളും കൊള്ളാട്ടോ. ഞാൻ അവന്റെ ഭക്ഷണം വിചാരിക്കണമെന്ന് വെച്ച് പറഞ്ഞത്. ഓർമ്മകളും കൊള്ളാം, കൊയറും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ആദ്യത്തെ പാട്ട് വളരെ രസമായിരുന്നു കേട്ടോ. ഞാൻ കയറി വന്നപ്പോൾ ഉള്ള പാട്ട് ഭയങ്കര സൂപ്പറായിട്ട് പാടി. ഇപ്പോഴത്തെ പാട്ട് ഇച്ചിരി പേടിച്ചിട്ട് പാടിയതൊന്നും എന്താണ്, അത് കുഴപ്പമില്ല. പക്ഷെ രസമുണ്ട് കേൾക്കാൻ കേട്ടോ. നല്ല രസമായിട്ട് അവർ പാടുന്നുണ്ട് കേട്ടോ. ആങ്കർ ചെയ്യുന്ന കൊച്ചു കൊള്ളാം അല്ലേ? എന്നെ കുറിച്ച് ഭയങ്കര തള്ളലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കൊച്ചിനൊരു നല്ല കൈ കൊടുത്തു. നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത വ്യക്തിയാണ് കേട്ടോ. അതൊക്കെ ഞങ്ങളുടെ കാന്താരിയാണോ? പിതാവ് പറയാം ഞങ്ങളുടെ കാന്താരിയാണ്. എന്റെ എല്ലാത്തോണ്ട് കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം അഭിനന്ദനങ്ങൾ പിതാവിനും. നല്ലൊരു വർത്തമാനം പറഞ്ഞ പിതാവിന് ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. കാന്താരി നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ, രസമായിട്ട്. അവള് എല്ലാ പ്രസംഗങ്ങളും ശ്രദ്ധിച്ച് അതിലെ ഉൾക്കാമ്പുകൾ കണ്ടെത്തി കൃത്യമായിട്ട് ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യും, താങ്ക്സ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ല ക്വാളിറ്റിയാണ്. എനിക്കിങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ താഴെ വന്നോട്ടെ പ്രശ്നമാവോ? ഞാൻ വന്നാൽ നിങ്ങൾക്ക് പ്രശ്നമാവും, അത് വേറെ ആയും. ഞാൻ വന്നോളാം കേട്ടോ. ഞാൻ ഈ തിരുവനന്തപുരത്ത് നമ്മുടെ CSIയുടെ തന്നെ ദക്ഷിണല്ലേ, കഴിഞ്ഞ വർഷം ഇങ്ങനെ യൂത്തിനെ ധ്യാനിപ്പിച്ചത് ഞാനാ. കഴിഞ്ഞ വർഷം ഈ തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ടുണ്ട്. ഇനി കോട്ടയത്തെ അധികം പ്രാവശ്യം വന്നിട്ടില്ല. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കോട്ടയം. കാരണം ഞാൻ സെമിനാറിലൊക്കെ പഠിച്ചത് ഈ കോട്ടയത്താണ്. എനിക്കറിയാം കോട്ടയംകാര് നല്ല മനുഷ്യനാന്നാണ് എന്റെ വെപ്പ് അല്ലേ? ഞാൻ താഴേക്ക് പറഞ്ഞു. അപ്പൊ എനിക്കറിയാം കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നോണ്ട് കുഴപ്പമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുക അല്ലേ? നിങ്ങളെല്ലാവരും എഴുന്നേറ്റേക്കാൻ വന്നു. സ്റ്റാൻഡ് അപ്പ് ഓൾ ഓഫ് യു. മുഖത്തോടെ മുഖം തിരിച്ചേക്കാമോ? മുഖത്തോട് മുഖം തിരിച്ചേക്കാമോ? ഞാൻ മുഖത്തോടെ മുഖം തിരിയാൻ പറഞ്ഞിട്ടില്ല. ഈ ഒച്ചപ്പുറത്തില്ല. മുഖത്തോടെ മുഖം തിരിച്ചേക്കാമോ? രണ്ടുപേരുടെ തോളത്തൊന്ന് കൈപിടിക്കാമോ? അപ്പുറത്തിപ്പുറത്തും അച്ഛന്മാര് എഴുന്നേറ്റുണ്ടോ? ഓ ഭാഗ്യം, എന്തെങ്കിലും ചെയ്തോ, നല്ല കാര്യം കേട്ടോ. നിങ്ങളൊരു മാതൃകയാവട്ടോ അവർക്ക്. തോളത്ത് കൈ പിടിച്ചോ? അച്ഛന് തന്നെ ഗിറ്റാറിസ്റ്റ് അച്ഛനെന്ന് ഞാൻ തൊട്ടോട്ടെ. ഇതെങ്ങനെയാണ് തോളത്ത് കൈ പിടിക്കാന്ന് പറഞ്ഞാ? ഇവിടെ പിടിക്ക്, തോളത്ത് പിടിക്ക്, ഈ രണ്ട് കൈയോട് പിടിക്ക്. അച്ഛൻ്റെ പിടിച്ച ധൈര്യമായിട്ട് പിടിച്ചോ? പിടിച്ച അതിന്റെ മുഖത്തേക്ക് നോക്കിയാ ക്രിസ്തുവിന്റെ ചിരിയാട്ടോ എന്റെ മുഖത്ത്. ക്രിസ്തുവിന്റെ ആയിരിക്കില്ല, വേറെ വല്ലവരുടെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. ക്രിസ്തുവിന്റെ ചിരിയാ. ഒന്ന് കുലുക്കിയതിനെ, ഒന്ന് കൈ കുലുക്കിയേ, ഒന്നുകൂടി ഒന്ന് കുലുക്കിയേ. കാരണം ഉച്ച സമയമാണ്, എല്ലാത്തിനും ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നുണ്ട്, ഭക്ഷണം കഴിച്ചതിന് ക്ഷീണമുണ്ട്. കൈ വിടാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് നന്നായിട്ട് കുലിക്കേ, ഒന്നുകൂടി ഒന്ന് കുലിക്കേ. അച്ഛൻ എന്നെ കൊടുക്കണ്ട,
ഓക്കെ, ഒന്നുകൂടി ഒന്ന് കുലിക്കേ, ഒന്നുകൂടി ഒന്ന് കുലിക്കേ, ഒന്നുകൂടി ഒന്ന് കുലിക്കേ. ആ മതി, ഓക്കെ, താങ്ക് യു. കൈ വിട്ടോ, ഇരിക്കാൻ പറഞ്ഞിട്ടില്ല, ഇരിക്കാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ പലരോട് ചോദ്യങ്ങൾ ചോദിക്കും, എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഞാൻ ഇതിനെ കുലിക്കേന്നറിയോ നിങ്ങളെ? എന്തിനാണെന്നറിയോ? ആ ഉറക്കം പോകാനും ക്ഷീണം മാറാനും. എന്റെ ദൈവമേ, ക്രിസ്തുവിന്റെ ചിരിയാണ് കേട്ടോ. ആ ചിരി കാണുമ്പോൾ നമുക്ക് തോന്നും, ചിലങ്ങളുടെ ചിരി കാണുമ്പോൾ നമുക്ക് തോന്നും ചിരിക്കണോന്ന് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുടെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കാൻ പറഞ്ഞേ. ഓക്കെ, താങ്ക്സ്. ഇരുന്നോ. നിങ്ങൾ കഷ്ടപ്പെടും അല്ലേ? ആ, കഷ്ടിച്ചിട്ട് കഷ്ടപ്പെടും. ഓക്കെ, ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ? എത്രത്തോളം? യു സ്റ്റാൻഡപ്പ്. ഇവിടെ വാ, എന്നെ നോക്കിക്കോളോട്ടോ. എല്ലാത്തിനെയും പിടിക്കില്ലേ? എനിക്കങ്ങനെ നാണം പാടില്ലാത്തോണ്ട് എവിടെയും വരും. മുത്തിന്റെ പേരെന്നാ? പ്രിയങ്ക. പ്രിയങ്കിന് ഇഷ്ടമാണോ? എത്രത്തോളം ഇഷ്ടമാ? എന്നെ മാത്രം ഇഷ്ടമുള്ളൂ? എന്ത് പെണ്ണാണിത്? അവർക്ക് അവളെ മാത്രം ഇഷ്ടമുള്ളൂ കേട്ടോ. അതെന്നെ മാത്രം. അപ്പൊ നിന്റെ അപ്പനെ മീനക്ക് അവനിഷ്ടമാണോ? എത്രത്തോളം? എന്നെ കഴിഞ്ഞിട്ട് നീ കൊള്ളാട്ടാ. കൊച്ചെന്നെ ഇങ്ങനെ ആ വെറുതെ അല്ല, അതുകൊണ്ട് ഇങ്ങനെ കേട്ടോ. പ്രിയങ്ക, താങ്ക് യു പ്രിയങ്ക. കൊച്ച സ്റ്റാൻഡപ്പ്. വാട്ട്സ് യുവർ നെയിം? ഗ്രീഷ്മ. ഗ്രീഷ്മയ്ക്ക് ഇഷ്ടമാണോ? വൈ? കാരണമൊന്നുമില്ല, അത് ഇഷ്ടപ്പെടാണ്. ഒരു കാരണം പോലും ഇഷ്ടപ്പെടാൻ? പ്രിയങ്ക ഇഷ്ടപ്പെടാൻ ഒരു കാരണമില്ല. പ്രിയങ്കയുടെ ഒരു ക്വാളിറ്റി പറഞ്ഞേ. സോറി പ്രിയങ്കയുടെ ഉത്തരം കേട്ടോണ്ട് ഞാൻ ഒക്കെ പോയി കിടക്കാം കേട്ടോ. ഗ്രീഷ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണം പറഞ്ഞേ. സ്നേഹം വേണ്ടവരൊക്കെ ചോദിച്ചോളൂ. ആവശ്യത്തിലധികം തരാൻ ഒരാളുകൂടി ഉണ്ട്. ആർക്ക് വേണമെങ്കിലും സ്നേഹം തരും ഗ്രീഷ്മ കേട്ടോ. അല്ലേ? അല്ലേ? പിന്നെ ഒരു ക്വാളിറ്റി ഒന്നിന്റെ ധാരാളം. പിന്നെ ഇത്രയും പേരെ സ്നേഹിച്ച് കൊതിയില്ല. യു സ്റ്റാൻഡപ്പ്. യു സ്റ്റാൻഡപ്പ്. പക്ഷേ ഈ സുന്ദരനാണ് കേട്ടോ. മനീഷിനെ ഇഷ്ടമാണോ? വൈ? നമ്മളെങ്കിലും വേറെ ആരും ഇല്ലല്ലേ? എന്റെ മനീഷ പോട്ടടാ, എല്ലാവരുടെ അവസ്ഥയൊക്കെ തന്നെ കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗത്തിന്റെ അഭിപ്രായം തന്നെ കേട്ടോ. പോട്ടെ, നീ പേടിക്കണ്ട. നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടോളൂ കേട്ടോ. മനീഷിന് ഇഷ്ടം കൈയടിച്ചേക്കണം. മനീഷിന് വേണ്ട. മനീഷിന് ഇഷ്ടപ്പെടാൻ ഒരു കാരണം വേറെ ആരും ഇല്ലാത്തോണ്ടാണോ? അത്രയും ഇല്ലാത്തവരെ നീ ആകെ പേടിച്ച് മന്ത്രിച്ചില്ല. ഈ മുണ്ടെടുത്ത സഹോദരൻ എഴുന്നേറ്റ് യു സ്റ്റാൻഡപ്പ്. ഇവിടെ ഒന്നും ഇട്ടിട്ടില്ലല്ലേ? മുത്തിന്റെ പേരെന്നാ? സൽമാനോ? എന്നാ പേരാടാ? ഓ സൽമാൻ ഇഷ്ടമാണോ? കളിപ്പേരൊക്കെ ഉണ്ടോ? അത് അവിടെ വിളിക്കണ്ട, എല്ലാവരും കൂടി വിളിക്കും. പിന്നെ വേണ്ട കേട്ടോ, ഇപ്പൊ വിളിക്കാം. സൽമാൻ ഇഷ്ടമാണോ? ഇഷ്ടം. എന്തുകൊണ്ടാ? സുന്ദരല്ലേ? ഉത്തരം കേട്ടോ, ഞാൻ സുന്ദരനല്ലേ എന്ന്. നിങ്ങളുടെ വന്നേ, സൽമാനെ ഇത്രയും സുന്ദരമായ ഒരു മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മീശ നോക്കിയേ, ആ കണ്ട താടി നോക്കിയേ. സൽമാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം സൽമാനെ ഏറ്റവും സുന്ദരനാണ് സൽമാൻ കേട്ടോ. അതുകൊണ്ട് സൽമാനെ ഏറ്റവും ഇഷ്ടം. പോട്ടെ, എനിക്ക് കുറെ കാരണങ്ങൾ കണ്ടെത്താനുണ്ട് കേട്ടോ. യു സ്റ്റാൻഡപ്പ്. അഖിലേ, എല്ലാവരും ഇപ്പൊ ചോദ്യം പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. ഉത്തരം പറയാൻ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, അഖിലിന് ഇഷ്ടമാണോ? വൈ? നല്ല ശബ്ദം കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ നമ്മൾ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടുള്ളൂ. വളരെ റൊമാൻറ്റിക് വോയിസ് അല്ലേ? ഇനി ഒന്നുകൂടി അത് പറഞ്ഞേ. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടും. നല്ല വോയിസ് അല്ലേ? ഒരു നല്ല കൈഡി കൊടുത്തവനെ. ഞാനിനി ഇവിടെ ചോദിച്ചത് യു സ്റ്റാൻഡപ്പ്. മുത്തൻ, യു സ്റ്റാൻഡപ്പ്. വാട്ട്സ് യുവർ നെയിം?
നല്ല കമ്മലാട്ടോ. ഞാനെനിക്ക് ബെഞ്ചാമനോ ചോദ്യം ഓക്കെ. ശ്രുതിനെ കാണാൻ നല്ല സുന്ദരി, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ. ശ്രുതി എനിക്ക് ഇഷ്ടമാണോ? വായി ഞാനായതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു. ഓ കൊള്ളാട്ടാ, ബുദ്ധിയുള്ള ഐറ്റങ്ങളൊക്കെ ഇതിന്റെ ഇടയിലുണ്ട്. കുറച്ചും കൂടി നല്ല ഉത്തരങ്ങളൊക്കെ പറയുന്നവരുണ്ട്. അതിനറിയാം നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയുന്നു. ഇന്ന് നിങ്ങള് ചിന്തിച്ച തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാ പറഞ്ഞേ? നിങ്ങൾ എഴുതി കേട്ടോ? എന്താ കേട്ടെ? പ്രിയങ്ക എന്താ കേട്ടെന്ന് പറഞ്ഞു. ഞാൻ പ്രിയങ്കനെ തന്നെ പിടിക്കാം. പ്രിയങ്ക എന്താ മനസ്സിലായി തിരുമേനി പറഞ്ഞിട്ട്? തിരുമേനി അവിടെ ഇരിക്കുന്നുണ്ടോ? സൂക്ഷിച്ചിട്ട് കണ്ടൊക്കെ ഉത്തരം പറഞ്ഞോ? ആ പറഞ്ഞു എന്താ മനസ്സിലായ? പുതിയതാവണം. നമ്മുടെ സ്വാർത്ഥതയിലേക്ക് പോകാതെ മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കണം. അതായത് നമ്മളിലുള്ള ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് നൽകുക. അതിന്റെ സാരാംശം നല്ലതാവുക. ടീച്ചറെ തന്നെയാ കറക്റ്റായിട്ട് ഇരുന്നോളേ. ഞാൻ എന്താ പറഞ്ഞതറിയോ? ഇത് തിരുമേനി പറഞ്ഞത് വെച്ച് തുടങ്ങുക. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പഠിക്കണം കുറച്ചൊക്കെ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? അച്ഛൻ്റെ അടുത്ത് ഒത്തിരി കൗൺസിലിംഗ് കേസുകൾ വരുന്നുണ്ട്. ഒത്തിരി കൗൺസിലിംഗ് കേസുകൾ. ഒത്തിരി പേര് വന്ന് സംസാരിക്കുന്ന ഒരു കാര്യം അറിയോ? അവർക്ക് അവരെ ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് അറിയാം, ഐ ഹേറ്റ് മൈ ലൈഫ് അച്ഛാന്ന്. ഞാൻ ചോദിച്ചു, നീ ഒരു വട്ടല്ലടാ നിൽക്ക്. അവൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് പറ്റണില്ല, മുന്നോട്ട് പോകാൻ പറ്റണില്ല, ഞാൻ ഒന്നും ചെയ്തിട്ട് ശരിയാവണില്ല, ഒരു ജോലി കിട്ടണില്ല, കല്യാണം നടന്നിട്ടില്ല, ഭയങ്കര പ്രശ്ന കേട്ടോ, ഭയങ്കര പ്രശ്ന. ഇവിടുത്തെ എന്റെ പേരുന്നുട്ടോ മനീഷ് പറഞ്ഞ പോലെ എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലൊക്കെ വേണ്ടച്ചാ. അതുപോലെയാണ് അവന്റെ കിടപ്പുണ്ട. നിങ്ങൾ ഓർത്തോക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അറിയോ? നിങ്ങളെ സ്നേഹിക്കണം കുറെയൊക്കെ, നിങ്ങളെ ഇഷ്ടപ്പെടണം കുറെയൊക്കെ. നിങ്ങളുടെ ഭംഗി നിങ്ങൾക്കേ ഉള്ളൂ. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളെ മനസ്സിലാക്കണം. അതാണ് പിന്നെ തിരുമേനി പറഞ്ഞു വെച്ചത്. നിങ്ങൾ ആദ്യം നിങ്ങളെ തിരിച്ചറിയും, ഉള്ളിലേക്ക് കുറച്ചും കൂടി കയറുക. നമ്മുടെ കുഴപ്പം അറിയോ? നമ്മുടെ ഈ പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അല്ലേ? ആ സിനിമാ നടൻ അങ്ങനെ, ഈ സിനിമാ നടൻ എങ്ങനെ, ഈ ഫുട്ബോളർ ഇങ്ങനെ, ഇവരിങ്ങനെ, അവരിങ്ങനെ, അതുപോലെയൊക്കെ എനിക്കും ആകണം. നെവർ. നീയായാൽ മതി. നീയായിട്ട് സ്നേഹിച്ചാൽ മതി. നീയായിട്ട് ജീവിച്ചാൽ മതി. നീയായിട്ട് മുന്നോട്ട് പോയാൽ മതി. നമ്മുടെ കുഴപ്പം അറിയോ? നമ്മളിങ്ങനെ പുറമേ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രശ്നം അവിടെ തന്നെയാ. അവൻ എനിക്ക് സന്തോഷം തരും, അവൾ എനിക്ക് സന്തോഷം തരും, അവന്റെ കൂട്ടുകൂടിയായി ഞാൻ വിജയിക്കും. നെവർ. നീ നിന്നെ സ്നേഹിക്കുക ആദ്യം. നീ നിന്നെ ഇഷ്ടപ്പെട്. നീ നിന്നെ കൊണ്ടടക്ക്. നീ നിന്നെ ചേർത്ത് പിടിക്ക്. സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാകും. നീ തന്നെ നിന്നോട് പറ, പോട്ടടാ. വേറെ ആരും ഉണ്ടാവില്ല പറയാൻ. നിങ്ങളുടെ ഈ പ്രായത കാരണം നിങ്ങൾ വിചാരിക്കും നിങ്ങളെ മനസ്സിലാക്കാൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നിങ്ങൾ തള്ളിയിരുന്ന് കരഞ്ഞപ്പോ പോലും നിങ്ങളുടെ കൂട്ടുകാരന്മാരെ ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? അവര് മാറി ചിരിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? ആണല്ലയോ? അല്ലെന്നറിയില്ല, ചിലരുടെയൊക്കെ ഉണ്ടാകാം കേട്ടോ. പക്ഷെ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഈ പ്രായം എങ്ങനെയാ? ആരും ശ്രദ്ധിക്കില്ല. അച്ഛൻ്റെ അടുത്ത് വരുന്ന എത്ര യുവതിമാക്കളാണെന്നറിയോ? പലതും കഴിച്ച് തേപ്പോണ്ട. തേപ്പ് മറ്റേ തേപ്പ് കേട്ടോ, കുഴപ്പമില്ല. എത്ര എണ്ണാന്നറിയോ? നിങ്ങളുടെ ഈ പ്രായത്തിന്റെ പ്രശ്നമാണ്. ഈ കുറെ പേര് അനുകരിക്കുന്ന ഒരു മാതൃക. ഒരു സിനിമാ നടൻ തുണിയിലാണ്ട് വന്നാൽ പിന്നെ പിറ്റേ ദിവസത്തോടെ തുണിയിലാണ്ട് വരും. ഒരു ഫുട്ബോൾ പ്ലെയർ അങ്ങനെ ചെയ്താൽ പിന്നെ പിറ്റേ ദിവസത്തെ അങ്ങനെ പ്ലേ ചെയ്യും. ഇതന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കുഴപ്പം. ഞാൻ നിങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചെന്നറിയോ? നിങ്ങൾ ആദ്യം നിങ്ങളെ ഇഷ്ടപ്പെടുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 19-ാം തിരുവചനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനം. അത് മാത്രം ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ആ വചനം ആർക്കെങ്കിലും അറിയോ? മത്തായി 19:19. ഇടയ്ക്കൊക്കെ ഈ തുറക്കും നല്ലതാ കേട്ടോ. മത്തായി 19:19 സാറിന് പറയൂ. എടുത്തോണ്ടിരിക്കുകയാണ്. വേഗം എടുക്ക. മത്തായി 19:19. പ്രിയങ്കനെ പറയുന്നുണ്ട്. പ്രിയങ്ക വായിക്കോ? അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞ ആ വചനം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈശോ പറഞ്ഞു വെച്ച വളരെ സുന്ദരമായ ഒരു വചനമാണത്. ആ വചനം എങ്ങനെയാണ്? നിന്നെ പോലെ തന്നെ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ പറയണേ. അപ്പൊ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? ഞാൻ ഈ മൈക്ക് വിലോടക്കാം. പക്ഷേ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എവിടെയാണ് ദൈവം?
നിനക്ക് അയൽക്കാരൻ ദ്രോഹം ചെയ്യാറുള്ളൂ. കൂടെ പറഞ്ഞു ആൾക്കാരും ദ്രോഹം അതിന്റെ കയ്യിൽ പോണ്ട. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അറിയാം? ക്രിസ്റ്റീൻ. ക്രിസ്റ്റീൻ പറയുന്നത് കറക്റ്റാ. തന്റെ അടുത്തോടെ പറ. ഈ ലോകത്തിൽ നീ ആരെയും പേടിക്കണ്ട. നീ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ കേട്ടോ. ക്രിസ്റ്റി, ഈ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ക്രിസ്റ്റി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? അപ്പൊ നീ എന്തുത്തരം പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നേ? എടാ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? ഓറാശോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഇനിയിപ്പോ മാറ്റി പറയും. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഈശോ പറഞ്ഞു. അത് നിന്നോട് പറയാ. ക്രിസ്റ്റിയായി ഈശോ വന്നിട്ട് പറയാ, ക്രിസ്റ്റി നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇപ്പൊ ക്രിസ്റ്റിയോട് പറയാണ്. ഇപ്പൊ ക്രിസ്റ്റി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാ? കൃത്യമായോ? കൃത്യമായോ? ദൈവം അനുഗ്രഹിക്കട്ടെ. പൊക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങൾ തന്നെയാ. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, സ്നേഹിക്കാൻ, കൊണ്ടു നടക്കാൻ, നിങ്ങൾ നല്ല വർത്തമാനങ്ങൾ പറയാൻ ഒരാൾ വരുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരാൾ വരില്ല. നിങ്ങൾ എത്ര നന്മ ചെയ്താലും എന്ത് ചെയ്താലും എല്ലാവരും നിങ്ങളെ കുറിച്ച് കുറ്റങ്ങളെ പറയുള്ളൂ. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയാറുണ്ടോ? എടാ, നിന്നെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയാറുണ്ടോ? ഇവിടെ വന്നേ. നിന്നെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറയാറുണ്ടോ? എത്ര മെനട്ടവനാ നീ. എന്തെങ്കിലും നന്മ നിനക്കുണ്ടോ? എന്താടാ അത്? ഞാൻ നീ നിന്നെ തന്നെ സ്നേഹിക്കണം. വേറൊരു നന്മ എന്താ? നിങ്ങളുടെ പിന്നിലേക്ക് വേണം കയറിയിട്ട്. നിനക്കൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് എന്തോ തോന്നിയേ? എല്ലാവരും അറിയാം. രണ്ടാമത്തെ സ്നേഹിക്കുന്ന കഥാപാത്രം എല്ലാവരെയും സ്നേഹിക്കും കേട്ടോ. രണ്ടാമത്തെ ആള് ഗ്രീഷ്മ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സങ്കല്പിക്കേണ്ടത് എന്റെ പേരെന്നെ ജ്യോതിഷ്. സ്നേഹം വേണ്ടവരെ കൈപൊക്കിയാൽ മതി, വന്നോളും കേട്ടോ. ജ്യോതിഷ് നന്നായിട്ട് സ്നേഹിക്കുന്നവരുടെ ഈ നിങ്ങൾ ചിന്തിച്ചോക്കെ. മോളെ, യു സ്റ്റാൻഡ് അപ്പ്. വാട്ട്സ് യുവർ നെയിം? ജ്യോതിഷ്. അത് ജ്യോതിഷ്, ഇത് ജ്യോതിഷ്. എല്ലാം ചോദിക്കാനുള്ള കർത്തവ്യം. മോൾക്ക് മോളെ ഇഷ്ടമാണോ? വൈ നോട്ട്? കോടിയല്ലേ കോടി. ഒരു നല്ല ഐഡിയ കൊടുത്തേ. അങ്ങനെ ഉത്തരം പറയിച്ച് പേടിപ്പിച്ചവരാരുമില്ല കേട്ടോ. എന്റെ വൈനോട്ടിന് കൂടെ ചേർത്ത് വെച്ച് വെക്കാം. അതിന് കാരണം എന്താ? നിനക്ക് തോന്നണ്ട അടിപൊളിയായിട്ട് നിങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കണേ. ദൈവം സൃഷ്ടിച്ചതൊക്കെ അടിപൊളിയാ, പക്ഷെ ബാക്കിയുള്ളതൊക്കെ കയ്യിലിരിപ്പാ. ഓക്കെ, മോളെ സ്നേഹിക്കാൻ കാരണം മോൾക്ക് തോന്നിയിട്ടുള്ള ക്വാളിറ്റി ഓരണം മതി. കർത്താവ് ഇത്രയും സൗന്ദര്യം ആർക്കും കൊടുക്കല്ല. ഞാൻ ബ്രിട്ടീഷിന്റെ അടുത്തൊന്നും പോയിട്ടില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവള് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവളെയാണ്. വൈ നോട്ട്? എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ആയിക്കൂടാ? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ സ്നേഹിക്കുക ഇഷ്ടം പോലെ കേട്ടോ. നിങ്ങളെ കൊണ്ടുനടക്കണം. ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈശോ ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ച കാര്യം അതാ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ബൈബിളിലെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞു വെച്ച ഏറ്റവും സുന്ദരമായ കോട്ടിക്കാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാം. ഇന്നത്തെ യുവതിവാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം അറിയോ? നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ സ്നേഹമുണ്ടെങ്കിൽ തന്നെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കുഴപ്പം അറിയോ? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ച് സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കുന്നവരാ. ഒരാൾ നോ പറഞ്ഞ് തീർന്നു. ഇന്ന് വന്ന നേരത്തെ ഒരു അമലാന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വിളിച്ചേക്കാ, അച്ഛാ ഞാൻ സൂയിസൈഡ് ആയി പോവാ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ വേണ്ട ഇല്ല എനിക്ക് പറ്റില്ല. ഞാൻ ചോദിച്ച എന്തേ? അവനെന്നെ വേണ്ടെന്ന് പറഞ്ഞേ. അത് നീ എന്തിനാണ് സൂയിസൈഡ് ചെയ്യണേ? അവൻ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്നെങ്കിൽ പറ്റുമോ? പറ്റൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരാളെ നിങ്ങളെ നോക്കി, നിങ്ങളുടെ ഫ്രണ്ട് തന്നെ വേണ്ട, സ്നേഹിക്കുന്ന വ്യക്തി തന്നെ വേണ്ട, ഒരു ഫ്രണ്ട് തന്നെ നിങ്ങൾ നോ പറഞ്ഞ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഇല്ല.
കുറെ തന്നെയുള്ളവന്മാരുണ്ട് ഇവിടെ ഇതുപോലെയൊക്കെ ഓരോന്നൊക്കെ. പക്ഷെ അതുപോലെയല്ല കേട്ടോ, ക്രിസ്ത്യനെ പോലെയുള്ള പാവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ കൊണ്ടുനടക്കണം, ഇഷ്ടപ്പെടണം. ഞാൻ അങ്ങനെയാ. എന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്നറിയോ? ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ തന്നെ എന്നോട് പറയുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി, എനിക്ക് നാണമാണില്ല. നിങ്ങൾ എത്ര പേര് കളിയാക്കിയാലും ഞാൻ ഇന്നിങ്ങനെ ഫേസ് ചെയ്യും. എന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ എത്ര പേരാണെന്നറിയോ എന്നെ കളിയാക്കണേ? കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറയാ, തനിക്ക് വല്ല കൂലിപ്പണിക്ക് പൊക്കോളൂന്ന്. ഞാനൊന്നും ചെയ്തറിയോ? തിരിച്ച് തെറി വിളിക്കാൻ പറ്റില്ല, അച്ഛനായി പോയില്ലേ. ഞാനെന്നറിയോ 5 ഇമോജി ഇട്ടു, നമ്മുടെ സ്തുതിയുടെ 5 ഇമോജി. എനിക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, തെറി വിളിക്കാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരെ വിളിച്ചു പറയാ, തനിക്ക് നല്ല തണ്ടും തണ്ടിണ്ടല്ലോ, തനിക്ക് ഉപദേശിക്കാൻ മാത്രമല്ല അറിയുള്ളൂ. ഞാൻ കണ്ടുകൊടുക്കാൻ പറ്റുമല്ലോ. എനിക്ക് 2 പൊട്ടിക്കണമൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവരും കൊടുത്തു 5 ഇമോജി. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യണം. നിങ്ങളെ ചിന്തിച്ചോക്കെ, ഞാൻ ഈ വീഡിയോ ഇട്ടോണ്ട് അവനെന്താ പ്രശ്നം? അവനെന്തിനീ കാര്യങ്ങളൊക്കെ ഇടപെടണേ? എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അവനെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനെന്താ അതിനെ കുറിച്ച് പറയണവിടെ? എനിക്ക് അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ സ്നേഹിക്കാൻ പഠിക്കും. നിങ്ങൾ കൊണ്ടുവരാൻ പറ്റി. അച്ഛൻ കുറച്ച് നാളുകളായിട്ട് പറയുന്ന ഒരു അനുഭവം ഉണ്ട് അച്ഛന്റെ ജീവിതത്തില്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകാം. കേട്ടിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിച്ചേര്. ഒരിക്കലേ ഒരു ധ്യാന പ്രസംഗം ഉണ്ട്. അപ്പൊ അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ അച്ഛന് മാളയിലായിരുന്നു ധ്യാനം. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വൈകുന്നേരങ്ങളിൽ ധ്യാനം, ഇടവക ധ്യാനങ്ങളാ. തിരിച്ചു വരാം. എന്റെ വണ്ടി കയറി, കാറിൽ കയറി എന്റെ പള്ളിയിലേക്ക് വന്ന സമയത്ത് ഒരു പെൺകുട്ടി എന്നെ ഫോണിൽ വിളിച്ചു. എടുത്ത വഴിക്ക് സാറ് ഫോണിൽ വിളിച്ചു. സാറേ അവിടെ സാറ് വിളിച്ചോ, ഇനി സാറ് മാറരുത്, ഞാൻ ഇവിടെ വന്ന് തിരിഞ്ഞു പോകണം. ഓക്കെ. അപ്പൊ ഈ പെൺകുട്ടി ഫോണിൽ വിളിച്ച വഴിക്ക് പറയാ, ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു കൊച്ചെ, നീ ഇപ്പൊ മരിക്കല്ലേ, ഞാൻ ആകെ പ്രശ്നത്തിലാവും, നീ ഇപ്പൊ മരിക്കരുത്. അവള് പറഞ്ഞു, ഇല്ല അച്ചോ എനിക്ക് മരിക്കണം. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മോളെ, നീ ഇപ്പൊ മരിക്കില്ലേ? ഇല്ല അച്ചോ ഞാൻ മരിക്കും. ഞാൻ ചോദിച്ചു, എന്താ കാരണം? അവനെന്നെ പറ്റിച്ചു. ഇത് മാത്രമുള്ളൂ നിങ്ങൾക്ക് ഈ പറ്റിക്കലും ഈ സ്നേഹത്തിന്റെ പ്രശ്നം. എല്ലാവരും സ്നേഹിക്കാൻ നടക്കണോണ്ടാ അത് ഈ പ്രശ്നം. ഞാൻ കാര്യം പറഞ്ഞ എന്താ കുഴപ്പം? അച്ഛൻ 8 വർഷത്തെ പ്രണയം അവനെന്നിപ്പോ വേണ്ട. അവനിപ്പോ എന്നെ വേണ്ട. അപ്പൊ അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് വേണ്ടത് തരണടി. അവിടെ ഇല്ലച്ചോ, ദൈവം ഉണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്യച്ചോ. ഞാൻ ഇത്ര സങ്കടപ്പെട്ടിട്ട് ദൈവം എന്ന് വെച്ചാൽ എനിക്ക് അവരെ തരാത്ത, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിന്നെ കാത്തോളടി, നിനക്ക് വേണ്ടത് നല്ലത് തരുടി തമ്പുരാൻ. ഞാൻ പറഞ്ഞു, അവൾ പറഞ്ഞു, ഇല്ലച്ചോ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലച്ചോ, ജീവിക്കാൻ പറ്റില്ലച്ചോ, മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ, എന്തിനച്ചോ എന്തെങ്കിലും ജീവിതം. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് നല്ലത് തരുടി. അവളോ ഇല്ലച്ചോ, ദൈവം ഇല്ലച്ചോ, അച്ഛൻ പറയുന്നതൊക്കെ വെറുതെ വെച്ചോ, എന്തിനാച്ചോ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും നമ്പറാന്റെ മുമ്പിൽ പോയിരുന്നിട്ടും എന്തിനാ വെച്ചോ എനിക്ക് അവരെ തരാത്ത? അവനില്ലാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചോ. ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് വേണ്ടത് തരുടി. അവളോ ഇല്ലച്ചോ, ദൈവം ഇല്ലച്ചോ, അച്ഛനെ തന്നെ പറയല്ലോ. ഞാൻ ഒഴുകിയിട്ട് ദിവസങ്ങളായോ, ഞാൻ ഉറക്കങ്ങളിൽ ഗുളിക കഴിച്ചിട്ടോ, ഞാൻ ഉറങ്ങണേ, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എന്തിനാച്ചോ ജീവിക്കണേ? ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി, ദൈവം നിനക്ക് വേണ്ടത് തരുടി. 9:30 മണി തൊട്ട് 11:30 മണി വരെ ഈ സാധനത്തിന്റെ അടുത്ത് ഞാനിതാ പറഞ്ഞോണ്ടിരിക്കണേ. പോട്ടടി മോളെ, ദൈവം ഉണ്ടടി, ദൈവം നിന്നെ കാത്തോളടി, ദൈവം നിന്നെ സ്നേഹിക്കണടി, നീ വിഷമിക്കണടി. 11:30 മണിക്ക് എന്റെ പള്ളി ചെന്നപ്പോ ഈ സാധനം എന്നോട് പറയാ. ഞാൻ ചോദിച്ചു, എന്താ തീരുമാനം? ഞാൻ മരിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, നീ ഫോൺ വെച്ചേ, 2 മണിക്കൂർ സംസാരിച്ചിട്ട് നിന്റെ തലയിലൊന്നും കയറിയില്ലേ കൊച്ചേ? അച്ഛന് നാളെ കുർബാനയുണ്ട്,
ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയുള്ള ആൾക്കാരാ. അപ്പൊ എനിക്ക് കുർബാനയുണ്ട്. ഓള് ഫോൺ വെച്ച് എനിക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേക്കടാ, 11:30 മണിക്ക് എഴുന്നേക്കണ നീ പറയണേ. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് എന്നോട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുക. അവൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇനി ഫോൺ വെച്ച് പിറ്റേ ദിവസം ഫോൺ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഇവിടെ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ചിന്തിക്കണം, ആത്മഹത്യ ചെയ്ത ഒരു ഫാനില് കുടുക്കിട്ടങ്ങനെ തൂങ്ങി. ഒരാള് വേണ്ടെന്ന് പറഞ്ഞ് തീരാവുന്ന നിങ്ങളുടെ ലൈഫ്, ഒരാൾ നോ പറഞ്ഞ് തീരുമോ നിങ്ങളുടെ ലൈഫ്? ഒരു ജോലി പോയാൽ തീരോ? ഒരാള് നിങ്ങൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തി പറഞ്ഞ തീരോ? നിങ്ങൾ നിങ്ങളെ സ്നേഹിക്ക്, നിങ്ങളെ ഇഷ്ടപ്പെട്, നിങ്ങളെ കൊണ്ടുനടക്ക്, നിങ്ങളെ ചേർത്ത് പിടിക്ക്. ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളിടാ. ഇതിനെന്തിനാ? ഇത് തൂങ്ങിക്കഴിഞ്ഞപ്പോ അമ്മ പാവ, അതിന്റെ അമ്മ മാത്രമേ എന്റെ വീട്ടിലുള്ളൂ. അമ്മ കണ്ടു എങ്ങനെയോ എന്ന് വെച്ചാൽ പണ്ടത്തെ വീടാ. ഈ വീടിന്റെ വാതിക്കന്റെ മുകളിൽ ഇങ്ങനെ വിരിപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ. അമ്മ നോക്കിക്കഴിഞ്ഞപ്പോ കൊച്ചു കയറി തൂങ്ങിക്കിടക്ക. അമ്മ വാതിൽ തള്ളി തുറന്ന് അകത്ത് എന്റെ കൊച്ചിന്റെ കാലത്തിൽ പിടിച്ചു നിൽക്ക. അമ്മ നാട്ടുകാരെ, വീട്ടുകാരെ, അയൽവക്കക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി. കാരണം കൊച്ചിനെ പൊക്കിയെടുക്കാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല. പൊക്കിയെടുക്കാൻ നാട്ടുകാരെ, അയൽവക്കക്കാരൊക്കെ വിളിച്ചു കൂട്ടി. എല്ലാവരും ഒന്ന് കൊച്ചിനെ അതിന് രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് കേസായി ഇല്ലേ? പോലീസോട് ഏറ്റവും ആദ്യം പരിശോധിക്കാൻ പോണതായിരിക്കും കൊച്ചിന്റെ ഫോൺ. ഈ കൊച്ചിനെ ഏറ്റവും അവസാനം വിളിച്ചതാരാ? നിങ്ങൾ ചിരിക്കുന്ന മനുഷ്യനെ ചങ്ക് പൊട്ടിപ്പോയതാണ്. എനിക്കൊരു കോള് വന്നു. ഭയങ്കര മാന്യമായിട്ടുള്ള മനുഷ്യനാണ്, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, നല്ലൊരു പോലീസുകാരനെ വിളിച്ചാൽ. പുള്ളി ഭയങ്കര മാന്യമായിട്ടാണ് എന്നോട് സംസാരിച്ചാൽ. ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ്? ഞാൻ പറഞ്ഞു ജിനുവച്ചൻ. എന്നോട് ഏത് ജിനുവച്ചൻ? ഞാൻ പറഞ്ഞു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കുന്ന, പ്രസംഗിക്കാനൊക്കെ പോകുന്ന ജിനുവച്ചൻ. അച്ഛനൊന്നും ഈ രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ ചാവണമെന്ന് പറഞ്ഞു വിളിച്ചതാ. എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വേറെ ഒന്നും കൊച്ചോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വോയിസ് റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ. അച്ഛനെ ഞങ്ങൾ തിരിച്ചു വിളിക്കാം. എനിക്ക് ഉറപ്പായിരുന്നു പുള്ളി എന്ത് വോയിസ് റെക്കോർഡ് കേട്ടാലും ഞാനൊരു ഡയലോഗാ പറഞ്ഞിട്ടുള്ളൂ. പോട്ടണി പോള ദൈവമല്ലേ കാത്തോടി നീ വിഷമിക്കുന്നത്. എനിക്ക് സന്തോഷമായി. അത് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വല്ലപ്പോഴും പറയണം മോളെ പോട്ടണി കുഴപ്പമില്ലടി എന്നൊക്കെ പറയാറുണ്ട്. ഇത് അതൊന്നും പറഞ്ഞിട്ടില്ല. ധ്യാനം കഴിഞ്ഞ് ക്ഷീണിച്ചോണ്ട് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഉറപ്പാ. പക്ഷെ 2 മണിക്കൂറിന് ശേഷം ഈ മനുഷ്യനെ തിരിച്ചു വിളിച്ചു. പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും വിരോധമായിട്ട് അച്ഛൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേനെ. പക്ഷെ അച്ഛൻ സൂക്ഷിക്കണം. ശരിയല്ലേ? നിങ്ങളെന്റെ ഫോണിൽ നോക്കിണ്ടോ? ഇപ്പോഴും നടക്കുന്നത് ഇത് എല്ലാം നേരെ അടിച്ചോണ്ടിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ വിളിച്ചത് യുവാക്കളാണ്. 4948 മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് ഇപ്പോഴും കിടക്കേണ്ടത് വായിക്കാൻ. ഞാൻ ഗ്രൂപ്പ് മെസ്സേജ് അല്ല, സിംഗിൾ മെസ്സേജസ് ആണ്. 4900 ഇല്ലേ സാറേ? ഇന്ന് കാണോ? ഉണ്ടോ? ഉണ്ട്. കോള് കിടക്കുന്നുണ്ട് അതുപോലെ. ഇന്ന് രാവിലെ തൊട്ട് നേരം വരെ അത്ര കോളാണ് വീട്ടിൽ വന്നിട്ടേ. ഞാൻ എന്തിനാണ് പറഞ്ഞത്? നിങ്ങൾ എത്ര കുറച്ച് നാളെ പോയി ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പെൺകൊച്ചുണ്ടേ വിളിച്ചേക്കാ. UK കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ചെയ്തു, അച്ഛനോട് മിണ്ടണം. കർത്താവ് ഇത് അച്ഛനോട് മിണ്ടണം ഒരാഴ്ച എനിക്ക് മെസ്സേജ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് വിളിച്ചിട്ട് വന്ന മോളെ വിളിച്ചു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലേക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. കർത്താവെ, അച്ഛൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, മോള് വിഷമിക്കണ്ട, മോള് കൗൺസിലിങ്ങിനൊക്കെ പോട്ടെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിറ്റേ ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ചെയ്യുക, അച്ഛനോട് മിണ്ടണം. കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വന്നിട്ട് ഞാൻ ഫോൺ എടുത്ത് വിളിക്കാൻ പറഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ പിന്നെ കൊച്ചി തൂങ്ങിച്ചാവുന്നത്. നിങ്ങൾ ചിരിക്കുന്നു. സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി വെച്ചേക്കാ. എന്താ ഇങ്ങനെ നിങ്ങള് എന്റെ പേര് ഒരാൾ നോ പറഞ്ഞ തീരോ നിന്റെ ലൈഫ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾ വേണ്ട പറഞ്ഞ തീരോ നിന്റെ ലൈഫ്? ഫോണിൽ പോട്ടറായി ഇങ്ങനെ നിങ്ങള് നിന്നെ സ്നേഹിക്കുന്നവർ മതി. നിങ്ങൾക്ക് പറ്റാത്ത നിന്നെ സ്നേഹിക്കുന്ന അമ്മയുണ്ട്, ലൈഫ് അത് മതി. ഒരാൾ നോ പറഞ്ഞു, ഒരു ജോലി പോയി, ഒരു പഠനത്തിൽ തോറ്റു, പരീക്ഷയിൽ തോറ്റു, സൂയിസൈഡ്. കട്ടൂസർ കൊച്ചിനെ കൊണ്ട് സൂയിസൈഡ് ചെയ്തിട്ടല്ല, ശ്രമിച്ചിട്ട്. ഒരാൾ നോ പറഞ്ഞു, ഒരു ജോലി പോയി, ഒരു പരീക്ഷയ്ക്ക് സൂയിസൈഡ്. ഇതൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇരിക്കണേ. സൂയിസൈഡ് ചെയ്തിട്ടല്ല, ശ്രമിച്ചിട്ട്.
നിങ്ങൾ എന്നെ നോക്ക്, ഞാൻ ഈ കോട്ടയത്ത് പഠിച്ചതാ, എന്റെ മാർക്ക് ലിസ്റ്റ് പരീക്ഷയ്ക്ക് മാർക്കൊന്നും ഇതൊക്കെ പഠിച്ചിരിച്ചിട്ടാണ്. നിങ്ങൾ ഓർക്കണം, എന്റെ കൂടെ പഠിച്ചവന്മാര് നല്ല നന്നായിട്ട് പഠിക്കണവരൊക്കെ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. എന്റെ മാർക്ക് ലിസ്റ്റ് വഴി ദിവസം കാണിച്ചതാ. ജസ്റ്റ് പാസ്സാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, എന്റെ കൂടെ പഠിച്ചവന്മാര് നല്ല നന്നായിട്ട് പഠിക്കണവരൊക്കെ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഇത് അവർക്കുള്ള മോട്ടിവേഷൻ അല്ല. ഒട്ടും പഠിപ്പിക്കാത്ത സുലുമാനെ പോലെ ഇരിക്കുന്ന എന്നെ പോലെ ഇരിക്കുന്ന ആൾക്കാർക്കുള്ള മോട്ടിവേഷനാണ്. ഞങ്ങളൊക്കെ ഒരു കണക്കിൽപ്പെടുന്നത് അതുകൊണ്ട് അല്ലടാ. കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ പറഞ്ഞോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ എന്റെ കോട്ടയത്ത് പോയി അന്വേഷിച്ചോ. ഞാനൊക്കെ 100-ല് നിങ്ങൾക്ക് 80 മാർക്ക് തരുള്ളൂ. ഞാനൊക്കെ ഒരു 45-44 വാങ്ങിച്ച് ജയിച്ചവരാ. ഇത് മോട്ടിവേഷൻ സ്പീക്കറാണ്. എന്റെ കൂടെ പഠിച്ചവന്മാർ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. ഞാൻ പഠിച്ചവന്മാർക്ക് പോയി ക്ലാസ് എടുത്തോണ്ടിരിക്കുക. നിങ്ങൾ എന്താണെന്നറിയോ, ഒറ്റ കാരണമുള്ളൂ, ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ഞാൻ എന്നെ കൊണ്ടിറക്കാൻ തുടങ്ങി. എന്ത് വന്നാലും ഞാൻ പറയും, പോട്ടട ചെയ്തു നിനക്ക് നീയില്ലേന്ന്. ഇത്രയാണ് നിങ്ങളുടെ ലൈഫ്. ആരെന്ത് ചെയ്താലും എത്ര വേദനിപ്പിച്ചാലും നീ നിന്നോട് പറ പോട്ടടാന്ന്. ഞാൻ എങ്ങനെയാ, എനിക്കും വരും വിഷമൊക്കെ, എനിക്കും വരും സങ്കടമൊക്കെ, ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ ഞാൻ തന്നെ ഇരുന്ന് ചെത്താണ്ട പോയിരിക്കും. എന്തിനിങ്ങനെ ലൈഫ് ചിന്തിക്കും. അപ്പൊ ഞാൻ പറയും, ജിനു നിനക്ക് നീയെങ്കിലും ഉണ്ടല്ലോടാ, വേറെ ആരുള്ള. അതുകൊണ്ട് എനിക്ക് എന്താ പറയുന്നറിയോ, കർത്താവ് പറഞ്ഞു വെച്ച, ഈശ്വനാഥൻ പറഞ്ഞു വെച്ച ആ ഡയലോഗ് ചങ്കോട് ചേർത്ത് പിടിക്കണം. ആ ഡയലോഗ് എങ്ങനെയാ, നിന്നെ പോലെ നീ ആദ്യം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്നെയാ. അപ്പോഴേ നിനക്ക് പുതിയതാവാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ പഴയതാ. പുതിയതാകണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൽ പുതിയതാകണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ സ്നേഹിക്കണം, നിന്നെ സ്നേഹിക്കാൻ പഠിക്കണം. നിന്റെ ക്വാളിറ്റീസ്, നിന്റെ കുറവുകള്, നിന്റെ മുഖം, നിന്റെ ശരീരം നീ സ്നേഹിക്കണം. നീ തടിയുള്ളതാണോ, നീ അക്സെപ്റ്റ് ചെയ്യണമേ. തടിയുള്ളവർ എന്തൊരു രസം അറിയാം, കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ, പഞ്ഞ് കെട്ടു പോലെയാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കീർക്കളി പോലെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ, ഒരു സുഖമില്ല. നിങ്ങൾ വേണമെങ്കിൽ അല്ല, ഇനിയിപ്പോ തടിയുള്ളവർക്ക് ഇവിടെ ഡിമാൻഡ് കൂടി പോകും. വേണ്ട, കെട്ടിപ്പിടുത്തത്തിനുള്ള പ്രോത്സാഹനം എന്നല്ല, പക്ഷെ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങളെ ഇഷ്ടപ്പെട്ടു നോക്കേ, നിങ്ങൾ സ്നേഹിച്ചു നോക്കേ. ഞാനൊക്കെ പറഞ്ഞെന്തറിയോ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു 40-45 മാർക്കൊക്കെ വാങ്ങിച്ച് ജയിച്ച ഒരാളെ ഞാൻ. പക്ഷെ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുറെ വായിക്കായിരുന്നു, ഞാൻ കുറെ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തളർന്നു പോവില്ല. ഞാൻ ഇങ്ങനെ നിൽക്കും. ജീവിതത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാ, പലരും നിങ്ങളെ കുറിച്ച് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയും. നീ അത് ശരിയായില്ല, ഇത് ശരിയായില്ല. പോയത് പോട്ടടവേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി മുമ്പിലൊരു ലൈഫുണ്ട്, നീ അതിനു വേണ്ടി ജീവിക്ക്. അപ്പഴാ നിന്റെ ജീവിതം വിജയിക്കുള്ളൂ. ഈ ചിന്തിക്കണം, നിന്റെ കൂടെ നിൽക്കാൻ ചിലപ്പോ ആരും ഉണ്ടാവില്ല, ചിലപ്പോ വീട്ടിലെല്ലാവരും ഉണ്ടാവും. ശരിയല്ലേ? നിന്റെ അപ്പനുണ്ടാവും, അമ്മയുണ്ടാവും, നിന്റെ കൂടപ്പുറപ്പുകൾ ഉണ്ടാവും, സഹോദരങ്ങൾ ഉണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ നിന്നെ മനസ്സിലാക്കാൻ ചിലപ്പോ നിനക്ക് മാത്രം പറ്റുള്ളൂ. നീ നിന്നെ മനസ്സിലാക്ക്. എനിക്കൊക്കെ സങ്കടം വരുമ്പോ ഞാനെന്നറിയോ, ഞാൻ തന്നെ ഇരിക്കുമ്പോ ഞാൻ എന്നോട് തന്നെ പറയും, ജിനു പോട്ടെ, ജിനു പോട്ടടാ, ജിനു പോട്ടെ. ഞാൻ പറഞ്ഞോളാം പോട്ടടാ അത്, കേട്ടോ. ജിനു പോട്ടടാ, ജിനു വിട്ടടാ, നീ നന്നായിട്ട് ചെയ്തു, കിട്ടിയില്ല, പോട്ടെ. നീ നന്നായിട്ട് പറഞ്ഞു, അവർ മനസ്സിലാക്കിയില്ല, പോട്ടെ. ജിനു വിഷമിക്കാതിരിക്കട ജിനു, എന്തിനാ ആവശ്യമില്ലാണ്ട്. ഞാൻ എന്നോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഈ മോട്ടിവേഷൻ കൊടുക്കാൻ എനിക്കുണ്ട് സങ്കടങ്ങളൊക്കെ. ഞാൻ എന്നോട് തന്നെ പറയും, പോട്ടെ ജിനു, നീ ഒട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെയ്തറിയോ, ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് എന്റെ വീഡിയോസ് ഞാൻ തന്നെ കാണും. എന്നിട്ട് ഞാൻ തന്നെ എന്നോട് പറയും, ജിനു എന്നാ പ്രസംഗം, അത്രയും കുറച്ചാൽ എനിക്ക് കേട്ടാൽ മതി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ പേജ് കണ്ടുണ്ടോ? ഫോളൊന്നും ചെയ്യുന്നു വേണ്ട, കാണും, ഇല്ലപ്പോഴൊക്കെ ഒന്ന് കാണുന്ന നല്ലതാ. ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് മോട്ടിവേഷൻസ് വീഡിയോസ് ചെയ്യാറുണ്ട്, മിക്കവാറും എല്ലാ ദിവസവും. കാര്യം ഉള്ളതിനോട് ഞാൻ അവരുടെ കുറെ പേർക്ക് അയക്കുന്നു. എനിക്കറിയാൻ പാടില്ല എവിടെയൊക്കെ ചെല്ലണേ. പക്ഷെ ഞാൻ പറയുന്നത് അറിയോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ സ്നേഹിച്ചിട്ട് കൊടുക്കാവോ മറ്റുള്ളവർക്ക്. അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് സ്വാർത്ഥതയല്ല, സെൽഫ് റെസ്പെക്ട് ആണ്. സ്വാർത്ഥതയുള്ളത് സെൽഫ് റെസ്പെക്ട് ആണ്. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങൾ കൊണ്ടുനടക്കണം, നിങ്ങൾ ഇഷ്ടപ്പെടണം, നിങ്ങൾ മനസ്സിലാക്കണം,
നിങ്ങളുടെ കഴിവുകൾ എന്താ, നിങ്ങളുടെ കുറവുകൾ എന്താ, നിങ്ങളുടെ പോരായ്മകൾ എന്താ, നിങ്ങളത് മനസ്സിലാക്കി നിങ്ങളെ കൊണ്ടുനടക്കും. നോക്ക്, നിങ്ങൾ നാളെ അത്ഭുതങ്ങളായിരിക്കും ജീവിതത്തിൽ. ഞാൻ അങ്ങനെയായിരുന്നു. ഞാനിപ്പോ എത്ര വിദേശങ്ങളിൽ പോയിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് എന്നെ കണ്ട എത്ര വയസ്സ് പറയും? കുറച്ച് പറ. കൊച്ചെത്ര പറഞ്ഞേ? 35. വേറെ നീ എത്രയുടെ പറഞ്ഞേ? 35. നിനക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നീ എത്ര പറയും? 35. എനിക്ക് അത്ര എത്തിയിട്ടില്ല. എനിക്ക് 34 വയസ്സായിട്ടുള്ളൂ. കണ്ട 19 വയസ്സ് പറയായിരിക്കും, പക്ഷെ അതിന്റെ ക്വാളിറ്റിയാ കേട്ടോ. പക്ഷെ ഞാൻ കണ്ട 19 വയസ്സ് പറയും, 34 വയസ്സായിട്ടുള്ളൂ. ഞാൻ എത്ര വിദേശങ്ങളിൽ പോയിട്ടുണ്ടെന്നറിയോ? ഈ വെളിവില്ലാത്ത ഞാൻ. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച നിങ്ങൾ അത്ഭുതങ്ങളായിരിക്കും. ഞാൻ അങ്ങനെയാ. നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കും, ഇഷ്ടപ്പെടാൻ പഠിക്കും, കൊണ്ടുനടക്കാൻ പറ്റും പഠിക്കും. നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ നിങ്ങളെ സ്നേഹിച്ചാൽ മതി. മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയുന്നവരുണ്ട്, കിട്ടുക. എന്നിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ അടുത്തേക്ക് കൊണ്ടുകൊടുക്കുക, എന്നിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അപ്പൊ ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞു വെച്ച കാര്യം എന്താ? ആ സൈഡിൽ നിന്ന് അറിയാൻ പഠിച്ചിട്ടില്ലല്ലേ? ഇല്ല, ഓനൊന്നും എഴുന്നേറ്റുന്നേ. ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം തൊട്ടാ അങ്ങോട്ട് വാ. നെത്തോ അലക്സസ് എന്ന് പറഞ്ഞ കേട്ടോ. അലക്സിനോട് ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം തൊട്ടാ. നമ്മളോ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണം. എന്തുകൊണ്ടാ? അതാണ് നിന്റെ ലക്ഷ്യം. മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നീ നിന്നെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടല്ല. നിനക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ സ്നേഹിക്കണം. അലക്സ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്താവും? അവിടെ പോയിരുന്നേ. അതെന്നറിയോ? നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളൊരു നല്ല ഫുട്ബോൾ പ്ലെയർ ആണോ? നന്നായിട്ട് കളിക്ക്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന വ്യക്തിയാണോ? നന്നായിട്ട് പഠിക്ക്. നിങ്ങൾ നന്നായിട്ട് വായിക്കുന്ന വ്യക്തിയാണോ? നന്നായിട്ട് വായിക്ക്. നിങ്ങൾ നന്നായിട്ട് എഴുതുന്ന വ്യക്തിയാണോ? നന്നായിട്ട് എഴുത്. നിങ്ങൾക്ക് എന്താണോ കഴിവ് അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ അച്ഛനാകാൻ പോണെന്ന് പറഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞു, മോനെ പോണ്ടറാ. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇവിടുത്തെ പോവും, ഞാൻ പോവും. അമ്മ പറഞ്ഞു, ഒറ്റ മോനെ നീ പോയാൽ നീ അവിടെ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും. ഞാൻ പറഞ്ഞു, അമ്മ വെറുതെ തള്ളല്ലേ. എന്റെ അമ്മ എന്നെ തള്ളായിരുന്നു, മോനെ പോണ്ടടാ. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് അച്ഛനായേ പറ്റൂ. അമ്മ നിലവിളിയായിരുന്നു, കരച്ചിലായിരുന്നു. പക്ഷെ നിങ്ങൾ ഓർക്കണം, നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണോ നീ നിന്റെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്യണേ? നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നീ ഇറങ്ങിത്തിരിക്കണേ? ആര് നിന്നെ എതിർത്താലും ദൈവം ഉണ്ടാവും നിന്റെ കൂടെ. നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, നിങ്ങളെ കൊണ്ടുനടക്ക്, സ്നേഹിച്ചു കൊണ്ടുനടക്ക്. നിങ്ങളെ ഇഷ്ടപ്പെടണം ഭയങ്കരമായിട്ട്. ഇടയ്ക്കൊക്കെ കണ്ണാടി നോക്കിയിട്ട് പറയണം, ജിനു നീ സൂപ്പറാടാ കേട്ടോ. ഈ മുഹമ്മദ് അലി എന്ന് പറഞ്ഞൊരു ബോക്സർ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? മുഹമ്മദ് അലി ബോക്സർ. പുള്ളി റിങ്ങിൽ നിന്ന് ഭയങ്കര എക്സസൈസ് ഒക്കെ ചെയ്യുന്ന പറയണേ. പുള്ളിയുടെ ഫൈറ്റ് കണ്ടിട്ടുണ്ടോ? സൂപ്പർ ഫൈറ്റ്. വേണമെങ്കിൽ യൂട്യൂബിൽ പോയി കണ്ടോ. മുഹമ്മദ് അലി എപ്പോഴും റിങ്ങിൽ നിൽക്കുമ്പോ ഇങ്ങനെ ചാടുക പറയണേ. അത് ബോക്സർമാരെല്ലാവരും ചാടും, ഈ പുള്ളി പ്രത്യേകിച്ച് ചാടും. ചാടിയിട്ട് പറയും, എപ്പോഴും ഒരു ഡയലോഗ് പറയും. എന്താ ഡയലോഗ് അറിയോ? I am the king, I can. I am the king, I can. I am the king, I can. നിങ്ങളത് പറഞ്ഞേ, I can. നിങ്ങളുടെ ജീവിതത്തിന്റെ കിങ് ആരാ? ഇപ്പോഴത്തെ ലൈഫ് നമ്മൾ കർത്താവിനൊക്കെ പിടിക്കാം, കുഴപ്പമില്ല. പുള്ളി പറഞ്ഞൊരു ഡയലോഗ് നല്ലതായിട്ട് പറഞ്ഞതാ. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞേ, I am the king, I can. I am the king. Stand up, all of you stand up. ഒറ്റണത്തിന് പറഞ്ഞിരുത്തില്ല ഞാൻ. അച്ഛന്മാരെ നല്ല കാര്യം, ഒരു മാതൃകയാവട്ടെ. ഓക്കെ, ഒന്ന് ചാടിയേ, ജമ്പ് ചെയ്തേ, സ്പ്രെയിൻ. രണ്ട് കൈ പിടിച്ചേ. രണ്ട് കൈ ബോക്സിങ്ങിന് പോലെ പിടിക്കാൻ. ബോക്സിങ്ങിന് പിടിക്കാൻ അറിയോ? ഞാൻ ഇവിടുന്ന് കാണിച്ചു കൊടുത്തത്. ബോക്സിങ്ങിന് ഇങ്ങനെ പിടിക്കാവര്, ഇങ്ങനെ പിടിക്കോളൂ. ഇങ്ങനെ പിടിക്ക്. ജമ്പ് ചെയ്യാത്തവരൊക്കെ ഞാൻ ജയിപ്പിക്കും. എന്നിട്ട് പറയും, I am the king, I can. 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 I am the king,
ജമ്പ് ചെയ്ത് റിങ് ചെയ്തില്ല. അതിനിടയിൽ മൊബൈലൊന്നും വായിക്കണത് ഞാൻ പിടിച്ചോണ്ട് വന്നേക്കാം കേട്ടോ. മെസ്സേജ് വന്നാണ് കേട്ടോ. നീ ജമ്പ് ചെയ്ത് എന്തൊക്കെയും നമുക്ക് ഒന്നിച്ച് ജമ്പ് ചെയ്യാം. ആ പടം ഓക്കെ. എന്തൊക്കെയും കഴിക്കാൻ ഇത്രയും വേണ്ട കേട്ടോ. ഓക്കെ, നല്ല കാര്യം കൊടുത്തവന്. നിങ്ങളാണ് കിങ്, നിങ്ങളാണ് കിങ് മേക്കർ, നിങ്ങളാണ് കിങ് മേക്കർ, നിങ്ങളാണെല്ലാം. നിങ്ങളുടെ സന്തോഷത്തിന് താക്കോല് വേറെ ആൾക്കും കൊണ്ടേ കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിന് താക്കോല് വേറെ ആൾക്കും കൊണ്ടേ കൊടുക്കരുത്. നമ്മുടെ ലൈഫ് എന്താ? ഒരാൾ ചിരിച്ചാ അയാൾ മെസ്സേജ് അയച്ചാ ഞാൻ ചിരിക്കും, അയാൾ ഹായ് എന്ന് പറഞ്ഞാ ഞാൻ ഹായ് അല്ലേ? അല്ലാണ്ട് ജീവിതം തുടങ്ങാൻ പറ്റില്ല. ഇന്നത്തെ പിള്ളേരുടെ അവസ്ഥയാ. കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിംഗ് കേസ് വന്നതാ. ഒരു പെൺകുട്ടി, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാ, ഗർഭവതിയാ. എന്റെ അടുത്ത് വന്നിട്ട് എന്റെ അപ്പനമ്മ നീട്ടിട്ട് കാണിച്ച ചോദ്യമുണ്ട്. അച്ഛാ, ഇവരോടൊന്ന് ചോദിച്ചു നോക്കിയേ, ആരാ? നിങ്ങൾ ചിരിക്കണം. ആ മനുഷ്യനെ അപ്പനമ്മ കരച്ചിലായിരുന്നു. ഞാൻ എന്താ പറയുന്നറിയോ? നിങ്ങളെ മറന്ന് നിങ്ങൾ പോകരുത്. നിന്റെ പ്രായം മറന്നു പോകരുത്. നിന്റെ ജീവിതം മറന്നു പോകരുത്. നിന്റെ അപ്പനമ്മ നിന്നെ വിശ്വസിക്കുന്ന വിശ്വാസത്തെ മറന്നു പോകരുത്. നിന്റെ ജീവിതത്തെ നീ സ്നേഹിക്കണം. ഒരു കാമത്തിന് വേണ്ടി നിന്നെ സമീപിക്കുന്നവർ അത് സ്നേഹമല്ല, അത് കാമമാണ്. ഓർത്തോണം. നിന്റെ അടുത്തേക്ക് പലരും വരും, കാമത്തിന് വേണ്ടി വരും, ഫോട്ടോസ് വെക്കും. അപ്പൊ കൊടുക്കരുത്. ഒരു ഫോട്ടോസ് എടുത്തേ, ഒരു വീഡിയോ എടുത്തേ, കൊടുക്കട്ട, കൊടുക്ക കൊടുക്ക ഇരിക്കി. നിങ്ങളെ മാറുന്നത് നിങ്ങൾ ഒരിക്കലും ഒരാളെ സ്നേഹിക്കാൻ പോകരുത്. ഡേഞ്ചറാണ്. ഇന്നത്തെ കാലഘട്ടം വളരെ ഡേഞ്ചറാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞേ, നിങ്ങളെ മനസ്സിലാക്ക്. ഒരാൾ ഫോട്ടോ ചോദിച്ചാ നിങ്ങളെ ഫോട്ടോ കൊടുക്കാൻ എന്താ കാരണം? നിങ്ങളെ ഫോട്ടോയിലാണ് സ്നേഹിക്കാൻ പറ്റില്ലേ? കാമത്തിന് വേണ്ടി നിങ്ങളെ സമീപിക്കുന്നവരുണ്ട്. അച്ഛൻ പറയുന്ന ടോക്കത്. കാമത്തിന് വേണ്ടി നിങ്ങളെ തേടി വരുന്നവരുണ്ട്. നെവർ ഡു ദാറ്റ്. ചെയ്യരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുക. അത് പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ. വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. അപ്പൊ യു ആർ ദ കിങ്, യു ആർ ദ കിങ്, യു ആർ ദ കിങ്. കേട്ടോ, ജീവിതത്തിൽ എപ്പോഴും പറയാം. തോറ്റ് വീട് കിടക്കുമ്പോഴും പറയണം ഐ ആം ദ കിങ്. അയക്കാൻ പറഞ്ഞോളണം. എഴുന്നേറ്റ് പഠിക്കണം. തോറ്റോട്ടനെ, വീണോട്ടനെ, വീഴും. നമ്മളൊക്കെ വീഴും. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പോ എന്റെ വീഡിയോ കണ്ടത് എത്ര പേരെന്നറിയോ? 10 പേരാ. ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തു. കണ്ട എല്ലാവരും പറഞ്ഞു നിനക്ക് നാണാകണം മോനെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഒന്നുകൂടി കണ്ട്. ഞാൻ രണ്ടാമത്തെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുത്തു. 200 പേരെ വേണ്ടേ. അപ്പോഴും ചോദിച്ചു നിനക്ക് വേറെ പണിയൊന്നും ചിനുവേ, യൂട്യൂബർ വന്നിട്ടുണ്ട്, യൂട്യൂബർ. ഇന്നത്തെ പിള്ളേരൊക്കെ അത് ചെയ്യണേ. ഞാൻ പറഞ്ഞു നീ ഒന്ന് കാണ്. അയച്ചു കൊടുത്തു. മൂന്നാമത്തെ വീഡിയോ പിന്നെയും ചെറുതായി പോയി. 50 പേരെ കണ്ടേ. എനിക്ക് സങ്കടമായി. അപ്പൊ ഞാൻ മനസ്സിനോട് പറഞ്ഞു കാണുന്നവര് കാണട്ടെ, ഞാൻ ചെയ്യും. എത്ര തോറ്റാലും ഞാൻ ചെയ്യും, എത്ര തോൽപ്പിക്കപ്പെട്ടാലും ഞാൻ ചെയ്യും. എന്റെ ബാച്ചുകാർ മുഴുവൻ മാറി എന്ന് പറഞ്ഞു. നിനക്ക് നാണാവില്ല ചിനു. അയ്യേ, ഈ പിള്ളേരൊക്കെ ചെയ്യണ പരിപാടി, സ്റ്റാറ്റസ് വീഡിയോ, ഓ റീൽസ്, ഓ പുച്ഛം, ഓ തനി പുച്ഛം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നോ പ്രോബ്ലം കേട്ടോ, നോ പ്രോബ്ലം. ഞാനിതൊക്കെ കേട്ടതാ. ഇതൊക്കെ കേട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തോണ്ടിരുന്നു. ഇന്ന് പുച്ഛിട്ടോണ്ടിരിക്കുക. ഞാൻ വീഡിയോ ചെയ്തോണ്ടിരിക്കുക. ഇന്ന് എന്റെ വീഡിയോസ് എത്ര പേര് കാണുന്നു? ചിലപ്പോ ഒരു ദിവസം വീഡിയോ ഇട്ടപ്പോ 2 മില്യൺ 3 മില്യൺ പീപ്പിൾസ് കാണും. 50 പേര് തുടങ്ങിയതാ. ഒന്ന് കയ്യടിക്കണവേ. ഞാൻ എന്തിനാ പറഞ്ഞറിയോ? നിങ്ങളെ സ്നേഹിച്ചാൽ മതി. പലരും വന്ന് കുറ്റം പറയും, പലരും വന്ന് വേദനിപ്പിക്കും. നെവർ. നിങ്ങൾ ഒരിക്കലും ഫെയിലായി പോകരുത്. തോറ്റോട്ടെ, തോൽപ്പിക്കപ്പെട്ടോട്ടെ, പക്ഷെ ഒരിക്കലും മനോവീര്യം കളയരുത്. നിങ്ങളെ സ്നേഹിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പെട്ടെന്ന് പോവാ, സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോവാ. രണ്ടാമത്തെ കാര്യം അറിയോ? നിങ്ങളെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ആരാ എന്റെ അയൽക്കാരൻ? ആരത്? അശരീരി വന്നില്ല ഇവിടെ നിന്ന്. ആരാ നിന്റെ അയൽക്കാരൻ? നിന്റെ അയൽക്കാരൻ ആരാടാ മോനെ? സോമനോ? വന്നേ. ആരാ അയൽക്കാരന്? സോമന്. നീ നിന്റെ അയൽക്കാരനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന നിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന വ്യക്തികൾ ആരൊക്കെയാ? ഭർത്താവകൻ അയൽക്കാരൻ ഉദ്ദേശിച്ചത് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു അപ്പൻ അമ്മ എന്നൊക്കെ ആയിരിക്കും. നിന്നെ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കുന്ന, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാ? വളരെ സുന്ദരനാട്ടോ. ഓക്കെ, പറ.
ആരാ? ഞാൻ തന്നെ. നിന്നെ കഴിഞ്ഞാൽ എന്റെ അപ്പനും അമ്മയും. ഓക്കെ, അതെനിക്ക് അറിയണ്ടേ. ഈ അപ്പനും അമ്മയാണ് നിങ്ങളുടെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി. നിങ്ങൾ ചിന്തിച്ചോണ്ടോ, നിങ്ങളുടെ അപ്പനെ ഒരു ദിവസം നിങ്ങൾ കാണാതിരിക്കാനൊക്കെ പറ്റും. നിങ്ങൾ ഇല്ലാതെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മ ഇല്ലാതെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കണം കേട്ടോ. അവരുടെ വില മനസ്സിലാകുന്നത് അവിടെ ഇല്ലാണ്ടാകുമ്പോഴാ. അപ്പനില്ലാത്ത ഒരു മകനോടോ മകളോടോ പോയി ചോദിച്ചോ അപ്പന്റെ വില. നമുക്കിപ്പോ ദേഷ്യ നമ്മുടെ അപ്പനോട് അല്ലേ? അപ്പൻ പറഞ്ഞു നീ കേക്കോ എല്ലാം ഏറെക്കുറെ. ഒന്നിട്ട് ഏറെക്കുറെ കുറെയാണോ? ഏറെക്കുറയോ? ഏറെക്കുറെ നീ കേൾക്കണോ മനീഷ? എല്ലാം കേക്കോ? എന്നാ തള്ളടാ നീ തള്ളണേ? മൂത്ത് നോക്കി നോണ പറയോ? നീ കേക്കോടാ? നിരലിക്കൊരു പ്രതീക്ഷ. എന്റെ മുടിയാടാ അത്. നല്ല വെഞ്ചാമ്പരം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല സുന്ദരനാണ് നീ. ഓക്കെ, വാട്ട്സ് യുവർ നെയിം? സോബി. സോബി അപ്പനമ്മയും പറഞ്ഞ കേക്കോ? എന്ത് പറയുന്നു? പറയുന്നത് കേട്ടോ. അപ്പനമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേക്കോ? എല്ലാം ഇടയ്ക്ക് ചിലത് പിന്നെ ഓക്കെ. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മുടെ അപ്പനമ്മയുടെ പറയുന്ന എല്ലാം ഒന്നും ചിലപ്പോൾ നമുക്ക് കേൾക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് എന്താ പറയുന്നറിയോ? ഞാനധികമൊന്നും കേട്ടിട്ടില്ല. ഞാൻ തന്നെ പറയാലോ, ഞാനധികമൊന്നും കേട്ടിട്ടില്ല. നിങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞ് ഞാനും വന്നിട്ട് എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഈ പ്രായത്തിൽ ചിലപ്പോൾ അപ്പനമ്മയും പറയുന്ന എല്ലാം കേൾക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്നറിയോ? എന്റെ അപ്പനമ്മയും ഞാൻ മൂലം ഒരിക്കലും സങ്കടപ്പെടരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ മൂലം എന്റെ അപ്പനമ്മ ഒരിക്കലും കരയരുത്, അതെന്റെ ആഗ്രഹമായിരുന്നു. എന്റെ അപ്പനമ്മ ഞാൻ മൂലം ഒരിക്കലും കരയാൻ പാടില്ല. എന്റെ അമ്മ കരഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അച്ഛനാകാൻ പോയപ്പോ ഞാൻ പറഞ്ഞ അമ്മ കരഞ്ഞോ കുഴപ്പമില്ല, ആ കരച്ചിലേക്ക് പ്രശ്നമില്ല, ദൈവത്തിന് വേണ്ടി പോണതാ. അപ്പൊ അമ്മ പറഞ്ഞു മോനെ നീ മാത്രമേ ഉള്ളൂ മോനെ, പോലടാ. ഞാൻ പറഞ്ഞ അമ്മയെ പറ്റില്ല ഞാൻ പോവും. അങ്ങനെ പോയതാ. ഇപ്പൊ അച്ഛനായപ്പോ പുള്ളിക്കരുത്തി എല്ലാവരോടും പറയും എന്റെ മോനാ ചിരുവച്ചൻ. ഞാൻ പറഞ്ഞു അച്ഛനായ പോയപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. എന്റെ തന്തപ്പടി ഇപ്പൊ അങ്ങനെ തന്നെയാ കേട്ടോ. ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്ന തന്നൊക്കെ ഞങ്ങൾ അങ്ങനെയൊക്കെയാ കേട്ടോ. ഞങ്ങൾ സ്നേഹം കൊണ്ട് ചിലപ്പോ തന്തേ തള്ളേന്നൊക്കെ വിളിക്കും. നിങ്ങളൊന്നും വിളിക്കണ്ട, നിങ്ങൾ അപ്പ അമ്മ തന്നെ വിളിച്ചാൽ മതി കേട്ടോ. അല്ല അങ്ങനല്ലേ? അല്ലേ ചേട്ടയുടെ പേര് തൊട്ട് ഏതാ യൂത്ത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഓക്കെ, നല്ലൊരു യൂത്തിന്റെ ഇടയിൽ വന്നിരിപ്പുണ്ടാവും ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ കുറെ നേരം ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ അപ്പനമ്മേനെ നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങളുടെ അപ്പനമ്മേനെ നിങ്ങൾ ചിന്തിച്ചു നോക്കണമേ, അത് നിങ്ങൾ എന്തോരം പണിയെടുക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ശരിയല്ലേ? നിങ്ങൾ പറയുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ തന്നില്ലേ? എന്റെ അപ്പനൊരു കൂലിപ്പണിക്കാരന്റെ അഭിമാനത്തോടു കൂടെ ഞാൻ പറയാ, അഭിമാനത്തോടു കൂടെ. എന്റെ അപ്പനൊരു വെട്ടുപോത്താ, തനി വെട്ടുപോത്ത്, ഒന്നും മിണ്ടത്തില്ല. എന്തെങ്കിലും ചോദിച്ചാ എന്തേ വാ നിക്ക് പോടാ വാടാ. ഫോണിൽ വിളിച്ച എന്തേ വിശേഷം എന്തെങ്കിലും ഉണ്ടപ്പോ? ഒന്നുമില്ല. എന്തെങ്കിലും ഒന്നുമില്ല പറഞ്ഞേ. ഞാൻ പറഞ്ഞ അപ്പൊ വീട്ടില് വേറെ എന്തെങ്കിലും ഒന്നുമില്ലാന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലാകടാ. ഇതാണ് ഇപ്പോഴും സ്വഭാവം ഈ സാധനത്തിന്റെ. എന്റെ അപ്പൻ പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ പറയാലോ, എന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന വേറൊരാളില്ല ഈ ലോകത്ത്. എന്റെ അപ്പനെ പോലെ സ്നേഹിക്കുന്ന വേറൊരാളില്ല. പുള്ളിക്ക് സ്നേഹിക്കാൻ അറിയുമ്പോൾ എന്റെ ഏത് വീഡിയോ പുള്ളി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കും അപ്പ വീഡിയോ കണ്ട? ഇല്ല. കണ്ടില്ലേ? ഇല്ലെന്ന് അമ്മ പറയും. ഇപ്പൊ കണ്ടോളൂടാ മോനെ. ഇതാണ്. പക്ഷെ അമ്മ തിരിച്ച് അമ്മയ്ക്ക് സ്നേഹിക്കാൻ അറിയാം കൃത്യമായിട്ട്. അമ്മ ഇങ്ങനെ പൊതിഞ്ഞ് സ്നേഹിക്കും ഭയങ്കരമായിട്ട്. അമ്മയോട് വർത്തമാനം പറഞ്ഞാൽ ഫോൺ വെക്കത്തില്ല, എല്ലാ കാര്യങ്ങളും പറയും. മഴ വരെ പെയ്തെന്ന് പറയും. മോനെ ഇന്ന് മഴയാടാ, വെയിലുണ്ടോ? കുറെ നേരം കഴിയുമ്പോൾ ഞാൻ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. പുള്ളിക്കാരി പറഞ്ഞോണ്ടിരുന്നോളും. പുള്ളിക്കാരി മോനെ അതുണ്ടോ വിശേഷം, അപ്പുറത്തെ വീട്ടിൽ ആ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തൂടാ. ഞാൻ പറയും കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയാ മോനെ കിച്ചു പ്രസവിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിലെ പൂച്ചയാ. ഞാൻ പറഞ്ഞു അമ്മ ഞാനല്ല അതിന് ഉത്തരവാദി, അമ്മ ഇതൊക്കെ എന്നോട് പറയണതിനാ. ഇതാണ് എന്റെ അമ്മ. പക്ഷെ അപ്പനും അമ്മയുടെ സ്നേഹം ഭയങ്കരമാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, കാരണം ഞങ്ങളൊക്കെ കല്യാണം കഴിക്കാത്ത അച്ഛന്മാരാ, ഞങ്ങൾ കല്യാണം കഴിക്കത്തില്ല. ഞാൻ ചിന്തിക്കാറുണ്ട് എന്റെ അപ്പനമ്മ മരിച്ചു പോയി പിന്നെ എനിക്ക് ആരുമില്ലേ? എനിക്കൊരു സങ്കടം വരും, ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാൻ. എനിക്ക് എന്റെ അപ്പനുള്ളൂ, എന്റെ അമ്മയുള്ളൂ. വേറെ ആളെ പോയി കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? കെട്ടിപ്പിടിക്കാനൊക്കെ പറ്റുമോ? എന്നാലും വേണ്ട കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്ക് എന്ത് പരിക്ക് പറ്റിയാലും എന്ത് വിഷമം വന്നാലും നിങ്ങൾക്ക് ഓടിച്ചെന്നതേ ആ കൈ ഒന്ന് പിടിക്കാൻ നിങ്ങളുടെ അപ്പൻ ഉണ്ടാവുള്ളൂ.
അമ്മ ഉണ്ടാവുള്ളൂ, അവരുണ്ടാവുള്ളൂ. നിങ്ങൾക്ക് എന്ത് വന്നാലും പറയും, പോട്ടെ, 2 വഴക്കൊക്കെ പറയും, 2 ദേഷ്യക്കപ്പെടും. പക്ഷെ നിങ്ങൾ ഓർത്തോളം, നിങ്ങളുടെ അപ്പനമ്മയെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ അമ്മയുടെ ഒരു അച്ഛനും കൂടെ വരാമോ, ബുദ്ധിമുട്ടാവോ, ഞാൻ കളിയാക്കി ആക്കൂട്ടോ. തൻ്റെ ഒക്കെ ഉണ്ടോ? നല്ല തൻ്റെ ഉള്ള ആളാ. ഞങ്ങളിങ്ങനെ അച്ഛന്മാരുടെ കുറച്ച് പേര് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണേ. ഞങ്ങളിങ്ങനെ കുറെ അച്ഛന്മാരെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാം, ഫോട്ടോയ്ക്ക് പോസ്. അപ്പൊ ഞങ്ങൾ അപ്പന്മാരെ അമ്മമാരൊക്കെ അന്ന് വിളിച്ചിട്ടുണ്ടേ. അമ്മമാരൊക്കെ അന്ന് വന്നിട്ടുണ്ട് മീറ്റിങ്ങിന്. അപ്പൊ ഞങ്ങളുടെ തിരുമേനിയുണ്ട് ഞങ്ങളുടെ കൂടെ. തിരുമേനി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോ തിരുമേനി പറഞ്ഞു നമുക്ക് അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഒന്ന് മാറ്റിയെടുത്തി അച്ഛന്മാരും തിരുമേനി മാത്രമായിട്ട് ഒരു ഫോട്ടോ എടുത്താലോ. ഞങ്ങൾ പറഞ്ഞു തിരുമേനി ഫോട്ടോ എടുക്കാം. അപ്പൊ ഞങ്ങളിങ്ങനെ അച്ഛന്മാര് നിരന്നിക്കുന്ന സമയത്ത് അച്ഛൻ എന്റെ സ്ഥാനത്താന്ന് ചിന്തിക്കുക. അപ്പൊ എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് അത്ര ഹൈറ്റ് ഇല്ലല്ലേ, കുറിയ മനുഷ്യനായിട്ട് തോന്നൂലേ? ഞാൻ ഭയങ്കര വിനയം കൊണ്ട് പറയുന്നത് അതുകൊണ്ടാ. ഓക്കെ, അപ്പോ ഈ അച്ഛൻ എന്റെ സ്ഥാനത്ത്. അപ്പൊ എന്റെ അമ്മയും അപ്പനൊക്കെ വന്നിട്ടുണ്ട് മീറ്റിങ്ങിന്. അപ്പൊ എന്റെ അമ്മ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതാ. ഫോട്ടോ എടുക്കാൻ നേരത്ത് തിരുമേനി പിന്നിൽ നിൽക്കണോ, ഞങ്ങൾ അച്ഛന്മാര് പിന്നിൽ നിൽക്കണോ. അമ്മ വന്നിട്ട് ഇങ്ങനെ നോക്കി നിന്ന വഴി ഫോട്ടോ എടുക്കാൻ നേരത്തെ എന്റെ അമ്മ ഓടി വന്നിട്ട് ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഈ സാധനം കെട്ടി കാണിക്കണേ. ഞാൻ എന്റെ അമ്മയായിട്ട് അച്ഛനിപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കണ എന്റെ മുമ്പിൽ നിൽക്കാൻ എന്റെ അമ്മ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അച്ഛനെ ഞാൻ തള്ളു വച്ച് പോകരുതേ. അമ്മയെ പോവമ്മേ, അമ്മ നാണം കിടത്താതെ പോവമ്മേ, ഞാനിങ്ങനെ പൂശുവെച്ചിട്ടാണ് എന്തൊക്കെ കാണിക്കുന്നത്. അമ്മ അനങ്ങണില്ല, അമ്മ അങ്ങനെ നിക്കായി പാവാം. എനിക്കാണെങ്കിൽ ദേഷ്യം മൂത്ത് വരാ. പഠിക്കാൻ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ജിനു നമ്മുടെ അച്ഛന്മാരുടെ മാത്രം ഫോട്ടോ എടുത്ത് നിന്റെ അമ്മയോടൊന്ന് മാനക്കാൻ വരടാ, നമ്മൾ ഓൾറെഡി ഇൻസൾട്ട് അയക്കാം. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ എന്റെ അമ്മയുടെ കൈക്ക് പിടിച്ചു. എനിക്ക് ദേഷ്യം, എനിക്ക് മുഖത്തെ ദേഷ്യം. ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് വന്നിട്ട് അമ്മനെ മാറ്റിയെടുത്തിട്ട് പിന്നെ തെറി തന്നെ പറയണേ. തള്ളിയോടെ എത്ര പ്രാവശ്യം പറഞ്ഞു നാണം കെടുത്താൻ വേണ്ടി വന്നേക്കാം. അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പം, അമ്മയ്ക്കൊന്നും മാലച്ചാട് സൈഡിൽ കൊടുത്തിട്ട് വേറെ അപ്പന്മാർ അമ്മയ്ക്ക് എന്തിന്റെ പ്രശ്നമായിട്ട്, അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പമുണ്ടായിട്ട് അമ്മയോട് വന്നിക്കണേ. പക്ഷെ നാണം കെടുത്താൻ വേണ്ടി എവിടെയും വന്നോളും. എന്തിനിങ്ങനെ അമ്മയോട് അച്ഛനോടല്ല. ഞാൻ ഇത്രയും പറയണ കേട്ടിട്ട് എന്റെ അമ്മ ഇതൊക്കെ കേട്ടുന്നു. എന്നിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതെനിക്ക് ഇന്നും സങ്കട. നമ്മുടെയൊക്കെ അമ്മയുടെ പ്രത്യേകത എങ്ങനെയാ, അതിൽ പറയുമ്പോൾ എനിക്ക് വിഷമം വരും. എൻ്റെ അമ്മ ഇതൊക്കെ കേട്ടുന്നിട്ട് എൻ്റെ ഇത്രയും പറഞ്ഞ് തള്ളേന്ന് തന്നെ ഞാൻ വിളിക്കണേ, തള്ളേന്ന് തന്നെ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ അമ്മ എന്നെ നോക്ക ഇങ്ങനെ ചിരിച്ചിട്ട്, അതൊക്കെ ചിരിക്കും ഈ പാവം. ചിരിച്ചിട്ട് എന്നെ വിളിച്ച വിളിയെന്നുണ്ടെന്ന് അറിയോ, മോനെ എന്നെ വിളിച്ചേ. ഞാൻ തള്ളേന്ന് വിളിച്ചേ. എൻ്റെ അമ്മ വിളിച്ചത് മോനെ. എന്നിട്ട് എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് മോനെ അമ്മ ഒരു കാര്യം പറയാനാ വന്നാടാ. എന്നിട്ട് എന്താ പറഞ്ഞതറിയോ, എൻ്റെ ഈ ലോഹയുടെ ഈ സൈഡ് ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ പൊക്കിയിട്ട് എൻ്റെ അമ്മ ഇതിങ്ങനെ കാണിച്ചിട്ട് എന്നോട് പറയാ, മോനെ ജിനു നിന്റെ ഈ ലോഹയുടെ സൈഡ് നിറയെ ചെളിയാടാ, അത് കാണാതിരിക്കാൻ വേണ്ടി അമ്മ വന്ന് നിന്നതാ. നിങ്ങളൊന്ന് ഓർത്തോക്ക്, നമ്മുടെ അമ്മ പോയ നമുക്ക് ആരാ, നമ്മുടെ അപ്പം പോയ നമുക്ക് ആരാ? എനിക്കറിയാൻ പാടില്ല നിങ്ങളോട് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുന്നത്. എൻ്റെ അമ്മ അങ്ങനെയാ. ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻ പോയാണ്ടല്ലോ എൻ്റെ അമ്മ, ഞാനിപ്പോ ഇങ്ങനെ അത്യാവശ്യം അറിയാം, എല്ലാവരും അറിയപ്പെടുന്നതായതുകൊണ്ട് എൻ്റെ അമ്മയോട് ഞാൻ പറയാം എൻ്റെ അടുത്ത് വന്നാന്ന് പറയും. എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിക്കും ഞാൻ വന്നത്. ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നെങ്കിൽ ഇങ്ങനെ നോക്കിക്കും. നോക്കിയെന്നുണ്ടെന്ന് അറിയോ, ഞാൻ വന്ന നേരത്തെ എൻ്റെ നോട്ടം എത്തുന്ന സ്ഥലത്ത് പോയി മാറി നിൽക്കും. എന്നിട്ട് വരുമ്പോൾ തൊട്ട് എന്നോട് ചോദിക്കും, ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ വെള്ളം കുടിച്ചോ മോൻ, വെള്ളം കുടിച്ചോ. ഞാൻ ഇവിടെ പറയും, അമ്മ ഉണ്ടാതിരുന്നേ, മാറിപ്പോയേ സാധനം, വെള്ളം കുടിച്ച വാ അമ്മ തരാം. ആരും അറിയാതെ ആ സാരിയുടെ തുമ്പിന്ന് വെള്ളം കൊണ്ടുവരും എൻ്റെ അമ്മ. നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ പോയി ഉച്ചയ്ക്ക് നേരാണെങ്കിൽ അമ്മയുടെ വയറ് പൊരിഞ്ഞിട്ടുണ്ടോ ആ നേരത്ത്, അത് വന്ന് ചോദിക്കും, കഴിച്ചോടാ, മോൻ കഴിച്ച. വേറെ ആരും ചോദിക്കില്ല നമ്മളോട്, അത് വന്നിങ്ങനെ ചോദിച്ചോണ്ടിരിക്കും, കഴിച്ച അമ്മ പോ, ആണുങ്ങൾ കഴിച്ച വാ അമ്മ തരാം. എവിടെന്തെങ്കിലും കൊണ്ടുവരും. നിങ്ങൾ ചിന്തിച്ചോട്ടോ, നമ്മുടെ അമ്മ പോയ ആരെങ്കിലും ചോദിക്കോ നമ്മളോട് കഴിച്ചോന്ന് ചോദിക്കോ?
അമ്മ പോയി ആരെങ്കിലും ചോദിക്കോ മനസ്സുഖാണോടാന്ന്? നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും അമ്മ നിങ്ങൾക്ക് ചോറ് വരി തന്നില്ലേ? എത്ര വഴക്കുണ്ടാക്കിയാലും അമ്മ നിങ്ങൾക്ക് വെച്ചു കൊടുപ്പി തന്നില്ലേ? എത്ര ദേഷ്യപ്പെട്ടാലും അമ്മേനെ തിരിച്ചു തല്ലിയാലും അമ്മ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഇന്നും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. ആ അമ്മേനെ പോലെ നിങ്ങൾ ആരെ സ്നേഹിക്കുക? ആ അപ്പനെ പോലെ ആരെ നിങ്ങളെ സ്നേഹിക്കുക? ചിന്തിക്ക്. അച്ഛാ താങ്ക്സ്, താങ്ക് യു. നല്ലൊരു കൈ കൊടുത്തേ. ഞാൻ നിങ്ങൾ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. കുറെ നിങ്ങൾ ഇത് കരയുണ്ട്, കണ്ണീനൊക്കെ വെള്ളം പറ്റുക, അത് കരയാൻ വേണ്ടി പറഞ്ഞതല്ല അച്ഛൻ. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, എന്റെ അപ്പനെ പോലെ എനിക്ക് അപ്പ മാത്രമേ ഉള്ളൂ, അമ്മയെ പോലെ അമ്മ മാത്രമേ ഉള്ളൂ. എന്റെ അപ്പൻ എന്തൊരു പുള്ളിക്ക് ക്യാൻസറാട്ടാ. എന്റെ അപ്പന് അമ്മയ്ക്കും ക്യാൻസറാ. രണ്ടുപേരും ക്യാൻസർ രോഗികളാ. വീട്ടിലാ, തന്നെയാ. പക്ഷെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൻ ഇങ്ങനെയൊക്കെയാ, ക്യാൻസർ രോഗിയാ. പക്ഷെ അപ്പന് ക്യാൻസർ വന്നപ്പോ ഏറ്റവും കൂടുതൽ തകർന്നു പോയത് ഞാനാ. എനിക്ക് കുറെ പാച്ച് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ശരീരത്തിലെ. കുറെ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. എന്റെ വലത്തെ കാലിലൊരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് ഓർക്കാം. ഞാൻ നിർത്തിക്കോളാം. സമയമായി തോന്നല്ലേ? ഓക്കെ, പെട്ടെന്ന് നിർത്തിക്കോളാം. ഒരു 5-6 മിനിറ്റ് എന്നോട് നിർത്തിക്കോളാം. ബോറടിക്കണ്ടോ? ഓക്കെ ആണോ? ആർ യു കംഫർട്ടബിൾ? അത് നല്ല കാര്യം. ഓക്കെ, പറഞ്ഞോളാം. ഓക്കെ, അപ്പൊ അപ്പൻ എനിക്ക് ഈ വലത്തെ കാലിൽ സർജറി കഴിഞ്ഞാൽ എനിക്ക് കുറെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഈ തലയിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 12-16 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഒരു വെട്ടിങ്ങനെ കാണാം. അതുപോലെ മുടിയൊക്കെ ഉണ്ടായതാ, ഒക്കെ പോയി. നിങ്ങൾ ഫോട്ടോ കാണുന്ന മുടിയൊക്കെ കണ്ടില്ലേ? ഞാൻ നല്ല സുന്ദരനല്ലേ? ഇപ്പോഴും സുന്ദരനല്ലേ? നിങ്ങളല്ലാന്ന് പറഞ്ഞാലും ഞാൻ സുന്ദരനാ കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയാ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഈ തലയിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായതാ. ഒരു 16 സ്റ്റിച്ച് ഉണ്ട്. അതുപോലെ ഈ മുഖത്തിന് മാത്രം വലിയ കുഴപ്പം തന്നില്ല. എന്നെ പിടിച്ചേ. 2 കൈയുടെ സർജറി കഴിഞ്ഞതാ. ഇങ്ങനെ കൈ പോ കണ്ട, ഇതുപോലെ തിരിച്ചു വന്നേ. ഈ 2 കൈയുടെയും സർജറി കഴിഞ്ഞതാ. എന്ന് വെച്ചാ എനിക്കിങ്ങനെ വെയിറ്റുകളൊന്നും ഉയർത്താൻ പറ്റില്ല. ഈ 2 കൈയുടെയും പിടുത്തമില്ല എനിക്ക്. ബസ്സിലൊന്നും കയറാൻ പറ്റില്ല. ബസ് ബ്രേക്ക് പിടിച്ചാലും ഞാൻ ബ്രേക്ക് പിടിക്കില്ല, ഞാൻ പോയിക്കൊണ്ടിരിക്കും. അത് ഈ പിടുത്തമില്ല എനിക്കിവിടെ. ഈ 2 കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് വരുമ്പോ വയറ്റത്തൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 12 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ആരും വരണ്ട, കാണിച്ചില്ല. അത് കഴിഞ്ഞ് പോകുമ്പോ 2 മുട്ടിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. ലിഗമെന്റ് സർജറി ആയിരുന്നു. 2 കണ്ണങ്കാലിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോ മുമ്പിലിരിക്കണ ഒരു വല്യമ്മച്ചി, അത് സ്ഥലം ഞാൻ പറയത്തില്ല, ഇത് തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ മുമ്പിലിരിക്കണ വല്യമ്മച്ചി ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അതെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചോദിച്ചു എന്തിയേ? ഈ പുള്ളിക്കാരത്തെ എഴുന്നേറ്റ് പറയാ, ആകെ ഒരു പ്രതീക്ഷയോട് കൂടിയാ ഈ ധ്യാനത്തിന് വന്നേ. ഇപ്പൊ പ്രസംഗിക്കാൻ വന്നേക്കണ അച്ഛൻ ഞങ്ങളെക്കാളും തീരാരോഗ്യാണല്ലോ കർത്താവ്. ഞാൻ എന്താ പറയുന്നറിയോ? ഇതൊക്കെ ഉണ്ട് ജീവിതത്തില്, ഇതൊക്കെ ഉണ്ട്. ഇത്ര ആക്സിഡൻസ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നെ കണ്ടാ പറയോ? ഞാൻ ഈ നടക്കണോ പറയോ? ഇതൊക്കെ ഒന്നുമല്ല. വീണാലും എഴുന്നേറ്റിക്കാൻ പഠിക്കണം. ഞാൻ അങ്ങനെയാ. എത്ര വീണാലും എഴുന്നേറ്റിക്കും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എഴുന്നേറ്റിക്കും. സ്വന്തം കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്യും. മണിക്കൂറുകളോളം വണ്ടി ഓടിക്കും. ചിലപ്പോൾ കാലിന് വേദന ഉണ്ടാവും, പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ എന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ സ്നേഹിച്ച അത്രേ ഉള്ളൂ. എന്റെ അപ്പൻ അങ്ങനെയായിരുന്നു. എന്റെ അപ്പൻ എന്നറിയോ, ഈ വലത്തെ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ ICU കിടക്കുമ്പോ ഞാൻ ICUന്ന് ഇറക്കി എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. എനിക്ക് കൂട്ടുകാരച്ചന്മാരൊക്കെ ഉണ്ട്. എനിക്ക് അവരോട് പറയുന്നൊരു നാണം. ഞാൻ പറഞ്ഞു, എടാ നിങ്ങളൊന്ന് പുറത്തേക്ക് നിടാ. അമ്മരൊക്കെ പുറത്തേക്ക് പോയി. അപ്പൻ അമ്മയുള്ളൂ. അപ്പൻ വെട്ടുപോത്തിനെ പോലെ പുലർത്തണ്ട് വീട്ടില്, അല്ല മക്കളെ ഈ ആശുപത്രിയില്. അപ്പൊ ചോദിച്ചു എന്തേ? അപ്പ ബാത്റൂമിൽ പോണം. പുള്ളി ഒന്നും മിണ്ടില്ല. പുള്ളി എന്റെ അടുത്ത് വന്നു. പുള്ളി അന്ന് ക്യാൻസർ പേഷ്യന്റാ. പുള്ളി ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഇത്രയും വലിയ എന്നെ ഇങ്ങനെ വാരി എടുക്കുക. ഈ പാവം ഇത് വാരി എടുത്തോണ്ട് പോയിട്ടുണ്ടല്ലോ, ആ ബാത്റൂമിൽ കൊണ്ടുവന്ന് വെക്കും. യൂറോപ്യൻ ക്ലോസറ്റാ. കാലിന്റെ ഇവിടെ തൊട്ട് താഴെ വരെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അവിടെ കൊണ്ട് വെച്ച് ഇരുത്തിയിട്ട് എന്താ ചെയ്യണമെന്നറിയോ? എന്റെ അപ്പൻ ആ ഇരുത്തിയിട്ട് തിരിഞ്ഞിക്ക ബാത്റൂമിൽ തന്നെ തിരിഞ്ഞു. നമ്മളാണ് എന്ത് ചെയ്യും? ആ ബാത്റൂമിന്റെ കുറ്റി അടിച്ചിട്ട് പുറത്തേക്ക് വെക്കും അല്ലേ? എന്റെ അപ്പൻ അങ്ങനെയല്ല, അവിടെ തന്നെ തിരിഞ്ഞിട്ട് ഒരു ഡയലോഗ് എന്നോട് പറഞ്ഞു, മോനെ ജിനു, അപ്പൻ ഇവിടെ ഉണ്ട്, അപ്പനുണ്ട് ഇവിടെ. ഞാൻ എന്നും പറയും, എന്റെ മലമൂത്ര വിസർജനത്തിന് പോലും കാവൽ നിന്നവൻ എന്റെ അപ്പൻ. അപ്പനത് നാണക്കേടല്ല, അപ്പന അഭിമാനായിരുന്നു. നിങ്ങളോ? അപ്പനൊരു കുറവുണ്ടെന്ന് കരുതി അപ്പന്റെ കൂടെക്കോ? അമ്മയ്ക്കൊരു കുറവുണ്ടെന്ന് കരുതി അമ്മയുടെ സപ്പോർട്ട് ചെയ്യോ? അമ്മയ്ക്ക് ഇച്ചിരി ഭംഗി കുറവാന്ന് വെച്ച് നമ്മൾ മാറ്റിയെടുത്താറില്ലേ? അമ്മേനെ ചേർത്ത് പിടിക്കാറുണ്ടോ? അപ്പനെ കൂലിപ്പണിയാന്ന് പറയാൻ നിനക്ക് നാണം ഉണ്ടാവാറില്ലേ? എനിക്ക് നാണം ഉണ്ടാവാറില്ല. ഞാൻ അഭിമാനത്തോടെ പറയും, എന്റെ അപ്പൻ ഇതാന്ന് പറയും, എന്റെ അമ്മ ഇതാന്ന് പറയും. കാരണം അവര് കൊണ്ട വെയിലാണ് ഞാൻ അനുഭവിക്കുന്ന തണൽ എന്ന് പറയുക.
അവരനുഭവിച്ച സഹനങ്ങളാണ് എന്റെ ജീവിതത്തിന്റെ സന്തോഷം എന്ന് പറയണേ. എന്തോരം സഹിച്ചിട്ടുണ്ടെന്ന് എന്റെ അപ്പനമ്മയൊക്കെ. ചിലപ്പോഴൊക്കെ ചെരുപ്പിടാതെ പോണ കണ്ടിട്ട്. നിങ്ങള് അമ്മേനെ കുറിച്ച് ഇഷ്ടം പോലെ പറയായിരിക്കും, അപ്പനെ കുറിച്ച് കേൾക്കാറുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, അപ്പൻ കരയുന്ന കണ്ടിട്ടുണ്ടോ? അപ്പൻ കരയുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മ കരയുന്നുണ്ടോ? അത് എപ്പോഴാണെങ്കിൽ കരയും. അപ്പന്മാര് കരയില്ല. ഇന്നത്തെ അപ്പന്മാർക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ അപ്പൻ ഈ പട്ടി മോന്നണ പോലെ മോന്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ പുള്ളിക്കാരത്തി പുള്ളി നീ മിണ്ടാതില്ലടി, നീ മിണ്ടാതിരിക്കും. മനുഷ്യ അച്ഛൻ മതങ്ങളാണെന്ന്. പണ്ടത്തെ അപ്പന്മാരൊന്നും അങ്ങനെയില്ല, ഭയങ്കര സ്ട്രോങ്ങാ, ഇങ്ങനെ നിൽക്കും. എന്റെ അപ്പനെ കെട്ടിയ എന്റെ അപ്പൂപ്പൻ മരിച്ചെടുക്കണപ്പോ പോലും നാട്ടുകാരും വീട്ടുകാരും എല്ലാം നിലവിലിട്ട് കഴിഞ്ഞോണ്ടിരിക്കുക. എന്റെ തന്ത മാത്രം ഇങ്ങനെ പോയി നിൽക്ക. ഞാൻ അടുത്ത് നിന്നിട്ട് അപ്പ എന്താടാ പോട്ടപ്പ എന്തോട്ടോട്ടെ വിഷമിക്കണ്ടപ്പ, നീ പോടാ പൂന്നോണ്ട് മനസ്സിലായ നല്ല അർത്ഥത്തിലുള്ള സാധന കേട്ടോ. അപ്പൊ ഞങ്ങൾ വരുന്നു ഇത്രയുള്ളൂ. അവരൊക്കെ അങ്ങനെയാ. എന്ത് നമ്മുടെ അപ്പന്മാരെ അങ്ങനെയാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അപ്പന്മാർക്ക് മനസ്സിലാഞ്ഞിട്ടാ, കരച്ചിലില്ലാഞ്ഞിട്ടാ, വിഷമങ്ങളില്ലാഞ്ഞിട്ടാ? എല്ലാം ഉണ്ടവർക്ക്. പക്ഷെ അവരാരും അറിയിക്കാറില്ല. അവര് ചങ്കി പിടിച്ച് ജീവിക്കും. ഏറ്റവും കൂടുതൽ അറ്റാക്ക് പിന്നെ നടക്കാന്നറിയോ? പുരുഷന്മാർക്കാ, സ്ത്രീകൾക്കല്ല. നിങ്ങൾ കണക്കെടുത്തോ? കാരണം എന്താ? പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ മനസ്സിലിങ്ങനെ വീർപ്പ് മുട്ടി ജീവിക്കുന്നവരാ. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് അങ്ങനെയായിരിക്കും. അപ്പൻ ചിലപ്പോ സ്നേഹിക്കാത്തൊരു കഥാപാത്രമായിരിക്കും. നിങ്ങളെ അപ്പന്റെ അടുത്ത് പോയിരിക്കും കുറച്ചു നേരം, എന്നിട്ട് കൈയൊക്കെ എടുത്തിട്ട് വെറുതെ ചിലപ്പോ വഴക്ക് പറയും, എന്തുട്ടാടാ ഓടാ എന്നൊക്കെ പറയും. അടുത്ത് പോയിരിക്കും, അമ്മയുടെ അടുത്ത് പോയിരിക്കും കുറച്ചു നേരം. ഈ മൊബൈല് കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് നീ നിന്റെ അപ്പന്റെ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് നോക്കിയേ, അവർക്ക് സന്തോഷിക്കും. വേറെ ഒന്നും ചെയ്യണ്ട. അപ്പന്റെ അടുത്ത് കുറച്ചു നേരം പോയിരുന്ന് വർത്താനം പറ. അമ്മയുടെ അടുത്ത് കുറച്ചു നേരം പോയിരിക്കും. അമ്മയുടെ കൈയൊക്കെ ഒന്ന് എടുത്ത് പിടിക്ക്. ആ കവളത്തൊരു ഉമ്മ കൊടുക്ക്. ഉമ്മ കൊടുക്കും അപ്പന്. അപ്പന് ഉമ്മ കൊടുക്കുന്നവരൊന്ന് കൈവയ്ക്ക്. ഇത്രയും പേരിൽ ഇത്രേ ഉള്ളൂ. അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നവർ കൈവയ്ക്ക്. ഇത്ര വില കെട്ട സാധനമാണ് ഈ സാധനം. ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുന്നവര് കൈവയ്ക്ക്. അത് ബന്ധമില്ല. നീ കൊടുക്കോ? ഏത് ഫ്രണ്ട്സിനാടി? എല്ലാ ഫ്രണ്ട്സിനും. ഓക്കെ, നമ്മുടെ അപ്പനമ്മയ്ക്ക് കൊടുക്കാൻ നമുക്ക് നാളായി തുടങ്ങിയല്ലേ? ഞാൻ ഈ പ്രായത്തിലും കൊടുക്കാൻ അപ്പന്. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ അംഗനവാടി തന്നെ എന്റെ അപ്പനെ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഞാൻ ഉമ്മ കൊടുത്തു എന്റെ അപ്പന്. അപ്പൊ മാറില്ല അവിടെ കപ്പ എന്ന് പറഞ്ഞു. ഞാനൊന്നും കൊടുത്തു. പുള്ളി മാറില്ല. ഞാൻ വട്ടം കൂടെ പിടിച്ചു. പുള്ളിക്ക് ഇഷ്ടമാണ് കൊടുക്കുന്നത്, പക്ഷെ അങ്ങനെ കാണിക്കത്തില്ല. അതല്ല എന്റെ അപ്പൻ. അമ്മ ഞാൻ നിന്നാ മതി, പുള്ളിക്കത്തി വന്നോളൂ. അപ്പന് കൊടുത്തപ്പോ പുള്ളിക്കൻ ഞാൻ ഒന്നും നോക്കിയില്ല, വട്ടം പിടിച്ചു. രണ്ടമ്മ ഇതാണ് അപ്പൻ. അവര് പോയാൽ തീർന്നടവേ. ഈ ഫ്രീഡവും ഈ സ്നേഹവും ഈ ചേർത്ത് പിടിക്കലും പോട്ടടാന്ന് പറയുന്ന ഒരു പറച്ചിലൊക്കെ പോവും. അപ്പൊ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കരയും, ഇപ്പൊ ചേർത്ത് പിടിക്കും, ഇപ്പൊ സ്നേഹിക്കും. അതുകൊണ്ട് നീ ഇതിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെന്നറിയോ? നിന്റെ കൂടപ്പുറപ്പുകളെ പോലെ നിന്റെ അപ്പനമ്മേനെ സ്നേഹിക്കാൻ പഠിക്കണം. അതോടൊപ്പം ചേർത്ത് വെച്ചൊരു കാര്യം പറയാ, പറ്റിക്കാൻ വേണ്ടി ഒരിക്കലും ഒരാളെ സ്നേഹിക്കരുത്. ഒന്നുകൂടി പറയാം, പറ്റിക്കാൻ വേണ്ടി ഒരിക്കലും ഒരാളെയും സ്നേഹിക്കരുത്. അത് നിങ്ങളുടെ സുഹൃത്തുക്കളെ ആണെങ്കിലും സൗഹൃദങ്ങളെ ആണെങ്കിലും ആരെയാണെങ്കിലും പറ്റിക്കാൻ വേണ്ടി സ്നേഹിക്കരുത്. പറ്റിക്കാനാണോ പോവരുത്. കാരണം ഈ പറ്റിക്കപ്പെടുന്ന അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അച്ഛന്റെ മുമ്പിൽ നിന്ന് ചില പെൺകുട്ടികളൊക്കെ കരയണ കണ്ടിട്ടുണ്ട് ഞാൻ. ചില ചെറുപ്പക്കാര് കരയണ കണ്ടിട്ടുണ്ട്. 28 വയസ്സോ 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവളെ പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോയ അച്ഛൻ. അത് പരിഹരിക്കാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും ഇങ്ങനെ വിങ്ങി പൊട്ടിക്കരയും. പറ്റിക്കാൻ വേണ്ടി ഒരിക്കലും ഒരാളെ സ്നേഹിക്കരുത്. അച്ഛൻ ചേർത്ത് വെച്ച് പറയാ, നിന്റെ കൂടപ്പുറപ്പുകളെ, നിന്റെ അപ്പനമ്മേനെ പറ്റിക്കരുത്. അവര് നിന്നിൽ അർപ്പിച്ചൊരു വിശ്വാസമുണ്ട്. നീ അവിടെ പോയാലും അപ്പന്റെ അമ്മയുടെ സൽപ്പേര് കാക്കുമെന്ന് പറഞ്ഞൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ നീ കാത്തു സൂക്ഷിക്കണം. അപ്പഴാ നീ ഒരു മോനാണ് മോളാകണേ. അല്ലെങ്കിൽ ഞാൻ പറയും, നീ ഒരു മോനല്ല മോളല്ല. അവിടെയാ നീ പുതിയ സൃഷ്ടിയാവണേ. പുതിയ സൃഷ്ടികളാവാം കേട്ടോ. മൂന്നാമത്തെ കാര്യം അച്ഛൻ പറഞ്ഞിട്ട് നിർത്തിക്കോളാം. അച്ഛന്റെ സമയമായി. അവസാനത്തെ കാര്യ പെട്ടെന്ന് നിർത്തിക്കോളാം. ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെന്നറിയോ? ഏറ്റവും കൂടുതൽ അയൽക്കാരന്റെ കഴിഞ്ഞു. ഇപ്പോഴും അയൽക്കാരനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഈ സാധനം. അയൽക്കാരന്റെ കഴിഞ്ഞു കേട്ടോ. എന്നെ സ്നേഹിച്ചു,
അയൽക്കാരനെ സ്നേഹിച്ചു. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഓർക്കണം, ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കണം. ഈ പ്രായത്തിൽ നിങ്ങൾ ദൈവത്തെ ഫീൽ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ച് അവൾ ഇൻസ്റ്റാഗ്രാം പേജിലെ പേജ് എന്ന് പറയുന്നത് ഈശോയുടെ കൊച്ചെന്നാ. ഈശോയുടെ കൊച്ച് എനിക്ക് മെസ്സേജ് അയച്ചേക്കാം, അച്ഛാ അച്ഛന്റെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോ എനിക്ക് എന്റെ ഈശോയെ കാണുന്നത് പോലെ തോന്നണേ. ഞാൻ പറഞ്ഞു എന്നെയോ? ആ ഞാനും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവള് ഇട്ടക്കണ പേരെന്നറിയോ? ഈശോയുടെ കൊച്ച്. ഈശോയെ നിറയ്ക്കണം നിങ്ങളുടെ മനസ്സിൽ. ഈ ലോകത്ത് നിങ്ങൾ ഓർക്കണം, ചിലപ്പോ നിങ്ങളുടെ അപ്പ നിങ്ങളുടെ കൂടെക്കില്ല, അമ്മ നിങ്ങളുടെ കൂടെക്കില്ല, ചിലപ്പോ നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ കൂടെക്കില്ല, സൗഹൃദങ്ങൾ കൂടെ നിൽക്കില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോ ചിലപ്പോ എല്ലാവരും നിങ്ങളെ പരിഹസിക്കും. പക്ഷെ അപ്പോഴൊക്കെ നീ ഓർക്കണം, എന്റെ കൂടെ നിൽക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവമുള്ളിടത്തോളം കാലം നീ തോക്കില്ല. എന്നോട് എല്ലാവരും ചോദിക്കും, അച്ഛനെങ്ങനെ ഇത്രയും ചിരിക്കാൻ പറ്റണേ? ഇത്രയും അസുഖങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വീട്ടിലെ അപ്പനും അമ്മയ്ക്ക് ക്യാൻസർ, ഒത്തിരി പ്രശ്നങ്ങള്, ഇതൊക്കെ ഉണ്ട്, എന്തിനാ ചിരിക്കാൻ പറ്റണേ? ഞാൻ ഒറ്റ ഉത്തരം പറയാനുള്ളൂ, എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. അത് മതി എനിക്ക് ജീവിക്കാൻ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ? ലോകത്തെ എങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും ദൈവത്തെ മറന്ന ഒരു പരിപാടിക്ക് പോകരുത്. ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു പരിപാടിക്ക് പോകരുത്. ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം വിജയിക്കുള്ളൂ. അതുകൊണ്ടല്ലേ ബൈബിളിൽ പറഞ്ഞു വെച്ചേ, എന്താ പറഞ്ഞു വെച്ചേ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് പറയണേ. കർത്താവിനെ കൂട്ടുപിടിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും ചിലപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോരായ്മ കാണുമ്പോ അപ്പം പറയും നീ എന്റെ മോനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച കാണുമ്പോ അമ്മ പറയും നീ എന്റെ മോളല്ല. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കാണുമ്പോൾ നിന്റെ കൂട്ടുകാരൻ പറയും നിന്റെ കയ്യിലിരിപ്പിന്റെ പ്രശ്ന നീ തന്നെ അനുഭവിക്ക്. നിന്റെ ജീവിതത്തിൽ ഒരു സങ്കടം കാണുമ്പോ നിന്റെ കൂടപ്പുറപ്പുകൾ പറയും ചേട്ടനല്ലേ ചെയ്തേ, അനീത്യല്ലേ ചെയ്തേ, നീയല്ലേ ചെയ്തേ, നീ തന്നെ അനുഭവിക്ക്. നിന്റെ ജീവിതത്തിൽ നീ സ്നേഹിച്ചവരും ചേർത്ത് പിടിച്ചവരും കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവരും ഇത്രയും നാള് മനോഹരമായിട്ട് കൊണ്ടു നടന്നവരൊക്കെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം കാണുമ്പോൾ ചിലപ്പോൾ നിന്നെ മാറ്റി നിർത്തും, പരിഹസിക്കും, ഒറ്റപ്പെടുത്തും, തള്ളിക്കളയും, പുച്ഛിക്കും, കുറ്റപ്പെടുത്തും, നീ വേണ്ട എന്ന് പറയും. പക്ഷെ നീ ചിന്തിക്കണം, നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലും തകർച്ചകളിലും വേദനകളിലും ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും പ്രശ്നങ്ങളിലും നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് ആ കുരിശിക്കിടക്കണ തമ്പുരാൻ പറയും മോനെ മോളെ നീ എന്റെയാ. ആ ദൈവത്തെ സ്നേഹിക്കാൻ നോക്ക്. നിങ്ങളുടെ ജീവിതം സുന്ദരമാകും, മനോഹരമാകും, ബ്യൂട്ടിഫുൾ ആകും, ഭംഗിയുള്ളതാകും. കേട്ടോ? ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. അയ്യേ, ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് യു. അച്ഛൻ ഇന്ന് പറഞ്ഞു വെച്ച 3 കാര്യങ്ങൾ അച്ഛൻ ക്രോഡീകരിക്കുക. ഒന്നാമത്, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്നെ തന്നെ. നീ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിന്നെ തന്നെ. രണ്ടാമത്തത്, നിന്റെ കൂടപ്പുറപ്പുകളെ, അതായത് ആരെ? നിന്റെ അപ്പനെ അമ്മേനെ കൊണ്ടുനടക്കാൻ പഠിക്കണം, നിന്നെ സ്നേഹിക്കാൻ പഠിക്കണം. മൂന്നാമത്തത്, ദൈവത്തെ സ്നേഹിക്കണം. എന്തിനേക്കാളുപരി ആ ദൈവത്തിന്റെ കൂടെ നടക്കാൻ പഠിക്കണം. ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കണം കുറച്ചൊക്കെ. ചില മക്കളൊക്കെ ഉണ്ട് ഇപ്പോഴും പ്രായത്തില് ദൈവത്തിന് വേണ്ടി എന്തോരം നേരാന്നറിയോ പ്രാർത്ഥനയ്ക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണേ. അധികം നേരങ്ങളില്ല അതിന് സംസാരിക്കാൻ. അതുകൊണ്ട് അച്ഛൻ നിർത്തുക. അച്ഛൻ്റെ സമയം ഏകദേശം ആയി കഴിഞ്ഞു തോന്നും. അതുകൊണ്ട് അച്ഛൻ നിർത്തുക കേട്ടോ. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിന് ഒത്തിരി നന്ദി പറയാ. നിങ്ങളുടെ പ്രായമാണ്, നിങ്ങളുടെ ഭാഷയെ ഞാൻ സംസാരിച്ചത്. എനിക്കറിയാം അച്ഛന്മാരുണ്ട്, തിരുമേനി ഉണ്ട്, പക്ഷെ ഞാൻ സംസാരിച്ചത് നിങ്ങളുടെ ഭാഷയാണ്. അതാണ് നിങ്ങളെ എഴുന്നേൽപ്പിച്ചിരുത്തിയും ചാടിപ്പിച്ചൊക്കെ ചെയ്തത്. യൂത്തിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എല്ലാം അവിടെ അവഞ്ഞു പോകും. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അച്ഛനോട് ക്ഷമിച്ചേക്കുക കേട്ടോ. അച്ഛന്റെ ടോക്ക് ഇഷ്ടമായോ? എനിക്ക് നല്ല